അപ്പോൾ ഇത് വളരെ വലിയൊരു വിപത്തിനെ നമ്മൾ ഇതിനകത്ത് സമുദായം പറഞ്ഞു എന്ന് വിചാരിക്കുന്ന സമുദായങ്ങളിലെ എല്ലാ സമുദായത്തിലും പെട്ടവരുമുണ്ട്. അപ്പം മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ഇതാണ് ചെയ്യേണ്ടത്. ഇനി ഹിന്ദു സമുദായത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഘടിതമായിട്ടുള്ള ഇതേപോലൊരു സംഗതിയില്ല. പക്ഷേ സമുദായ സംഘടനകളുണ്ട്. നമുക്കറിയാം, പിന്നെ NSS ഉണ്ട്, SNDP ഉണ്ട്, പിന്നെ ബുദ്ധ സമാജമുണ്ട്, പിന്നെ വിശ്വകർമ്മ അസോസിയേഷൻ ഉണ്ട്. ഇത്തരം സംഘടനകൾ നിങ്ങളും ഈ തീരുമാനമെടുക്കണം. ഇതിൽ പെട്ടിട്ടുള്ള കേസിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ പടിയടച്ച് കിട്ടുമെന്നുള്ള തീരുമാനം ഇതെല്ലാവരും അറിയിക്കുകയും വേണം. അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വാട്സപ്പ് ഗ്രൂപ്പുള്ള കാലമാണല്ലോ. കമ്മിറ്റി കൂടി തീരുമാനമെടുത്ത് നിങ്ങളുടെ മെമ്പർമാരിലേക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യണം. അവരെ ഒരു വിധത്തിലുള്ള ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഈ കേസിൽ പെട്ട ആൾക്കാർ അവർക്ക് സഹായം ചെയ്യുന്ന, ജാമ്യം എടുക്കുക എന്നുള്ള കാര്യങ്ങളിൽ സഹായം ചെയ്യുന്ന ആൾക്കാർ അവർക്കും ഇത് ബാധകമാക്കിക്കൊണ്ടിട്ടുള്ള ഒരു തീരുമാനം നിങ്ങൾ എല്ലാവരും കൈക്കൊള്ളണം. അത് നിങ്ങളുടെ ആ മെമ്പർമാരിലേക്ക് ഇത് എത്തിക്കുകയും വേണം. എത്രയും വേഗം തന്നെ ചെയ്യണം. നമുക്ക് റമദാൻ മാസമാണ്, പള്ളിയിലൊക്കെ മുസ്ലിം പള്ളികളിലൊക്കെ വെള്ളിയാഴ്ചകൾ ഇത് പറയാൻ വളരെ എളുപ്പമാണ്. ഈ വെള്ളിയാഴ്ച തീരുമാനത്തിന് ഇനി നമ്മൾ കാത്തു നിൽക്കണ്ട. കാരണം ഇപ്പൊ തന്നെ നമ്മൾ വൈകി, ഇനി ഒട്ടും വൈകിക്കൂടാ. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ യൂത്ത് അസോസിയേഷനുകളാണ്. നമ്മുടെ എല്ലാ പ്രമുഖ പാർട്ടികൾക്കും പിന്നെ യുവജന പ്രസ്ഥാനങ്ങളുണ്ട്, DYFI ഉണ്ട്, പിന്നെ യൂത്ത് കോൺഗ്രസ് ഉണ്ട്, യൂത്ത് ലീഗ് ഉണ്ട്, യുവമോർച്ചയുണ്ട്. ഇങ്ങനെ എല്ലാ പാർട്ടിക്കാർക്കും ഇത്തരത്തിലുള്ള പിന്നെ യുവജന പ്രസ്ഥാനങ്ങളുണ്ട്. ഈ രാഷ്ട്രീയ നേതാക്കൾ നിങ്ങളുടെ കീഴിലുള്ള യുവജന പ്രസ്ഥാനത്തിൽ ഇതേ രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കണം. ഈ കേസിൽ പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് തീരുമാനം എടുക്കണം. കൂടാതെ ഇതിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ ചെറുപ്പക്കാരെ, നിങ്ങളുടെ യൂണിയനിലുള്ള, നിങ്ങളുടെ പാർട്ടിയിലുള്ള യുവജന സംഘടനകളിലെ ആൾക്കാരെ ഇതിന്റെ മുന്നണി പ്രവർത്തകരായിട്ട് നിങ്ങൾ രംഗത്തേക്ക് ഇറങ്ങണം. കാരണം യുവാക്കൾക്കാണ് കാരണം ഇതിനകത്ത് നമ്മളെ വിചാരിക്കുന്ന പോലെ പിന്നെ നമ്മളൊരു പ്രസ്താവന കൊണ്ടോ പത്രപ്രസ്താവന കൊണ്ടോ ഒന്നും നടക്കുന്ന കാര്യമല്ല ഇത്. ചില ഭീഷണികളും ഒക്കെ വരാനുള്ള എല്ലാവിധ സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇറങ്ങിയത്. അതുപോലെ വിഷയം അപ്പൊ അത്തരക്കാരെ അല്ലെ, അത്തരം പ്രസ്ഥാനം ഈ ജാഗ്രതാ സമിതികളിലൊക്കെ നിങ്ങളുടെ യുവജന വിഭാഗത്തിന്റെ സജീവമായ സാന്നിധ്യം ഉണ്ടാവണം എന്നുള്ളത് നിങ്ങളെല്ലാ നേതാക്കന്മാരും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പിന്നെ മറ്റൊന്നുള്ളത് വിദ്യാഭ്യാസ സ്ഥാനങ്ങൾ. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ നമുക്കിപ്പോൾ ഇവിടെ ഉണ്ട്. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം തന്നെ ചില ജാഗ്രതാ സമിതി പോലുള്ള ചെറിയ ചില സംവിധാനങ്ങൾ, പല സംവിധാനം, പക്ഷേ ഇഫക്റ്റീവ് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള കടകളൊക്കെയാണ് പലപ്പോഴും ഇത്തരം വിൽപ്പന കേന്ദ്രങ്ങളായി മാറുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ജാഗ്രതാ സമിതി കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ലാ സ്ഥാപനങ്ങളിലും കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. നിങ്ങൾ ഇടപെടണ്ട. പ്രത്യേകം പറയുന്നത് നിങ്ങൾ ഇടപെടണ്ട. ഇപ്പോഴത്തെ ഈ ഇതിനകത്ത് പെട്ടുപോലുള്ള കുട്ടികളെ തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവരെന്താ ചെയ്യാന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഒരു +2കാരനെ പിന്നെ ഫോൺ പിടിച്ച് ഒരു ഹെഡ് മാസ്റ്ററോട് പറഞ്ഞ വാക്കുകൾ നമ്മൾ കേട്ടതാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്. എൻ്റെ ഏറ്റവും വലിയ തമാശതയില്ല, പിന്നെ ആ ഹെഡ് മാഷെ കൊല്ലും എന്ന് പറഞ്ഞ ചെക്കനല്ല പ്രശ്നം, അത് വീഡിയോ എടുത്ത മാഷാണ് ഇപ്പോൾ. ഇത്തരം ഒരു തലതിരിഞ്ഞ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ അത് നിങ്ങൾ ഇടപെടണ്ട. നിങ്ങൾ നോട്ട് ചെയ്യുക, കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഇതിൽ ആൾക്കാരുടെ ആരോടെങ്കിലും ഒന്ന് ബന്ധപ്പെടുക. ബാക്കിയുള്ള നടപടികൾ നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് അതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ജാഗ്രതാ സമിതികൾ അടിയന്തരമായിട്ടുണ്ടാകേണ്ട. സ്കൂൾ പൂട്ടുകയാണ്. ഈ 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കിയ സ്കൂൾ തുറക്കുമ്പോൾ ഇത് നോട്ട് ചെയ്യേണ്ടതാണ്. ഇത് ഏതെങ്കിലും കടയിൽ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് കുട്ടികൾ പോകുന്നുണ്ടോ, കൂടി നിൽക്കുന്നുണ്ടോ, ഇതിൻ്റെ മനസ്സിലാവുമല്ലോ. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെയ്യേണ്ട ഒരു ആശയമായിട്ട് ഞങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ളത് ഇതാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള ഒരു ഗ്രൂപ്പാണ് ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ. അതിന് പല പല സംഘടനകളുടെ ആൾക്കാർ കൂടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർ പ്രത്യേകിച്ച് 2 ഗ്രൂപ്പുകളാണ് ഞങ്ങളുടെ മനസ്സിൽ കാണുന്നത്. ഒന്ന് ചുവട്ടുതൊഴിലാളികൾ. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൻ്റെ ആ വിഭാഗത്തിൽപ്പെട്ട യൂണിയനുകളുണ്ട്. ചുവട്ടുതൊഴിലാളികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും. നിങ്ങളാണ് നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമുദായത്തിൻ്റെ പഴയകാലത്ത് CCTVകളായിരുന്നു അവർ. ഒരു കവലയിലേക്കും ഒരു ഈച്ച പോലും നടക്കണം അതേവരെ അറിയാതെ നടക്കില്ല എന്നുള്ളത് അതിപ്പോഴും വാസ്തവം അങ്ങനെ തന്നെയാണ്. എല്ലാ സെൻ്ററുകളിലും ഇവരുടെ സാന്നിധ്യം ഉണ്ടാവും. അതൊരുമാതിരി മിക്കവാറും 24 മണിക്കൂർ എന്ന് പറയുന്ന സാന്നിധ്യം ഉണ്ടാവും. അപ്പോൾ ഇവരറിയാതെ ആ ഭാഗത്തൊന്നും നടക്കില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ സജീവമായിട്ട് നിങ്ങൾ ഇടപെടണം.
ഇവർക്ക് വേറെ ഞാൻ പറയുന്നത് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് വേണം എടുക്കാൻ. കാരണം പലർക്കും ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പേടിയാണ്, എന്ത് സംഭവിക്കും. പക്ഷേ ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയാനുള്ള തൻ്റെ ഇടമുള്ള ആൾക്കാരാണ് ആ വിഭാഗം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ആ ഈ ഒരു നല്ല കാര്യത്തിന് നിങ്ങളുടെ ഊർജം ഒന്ന് ചെലവഴിച്ചേ മതിയാവൂ. കാരണം നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. നിങ്ങളെ ഈ സമുദായത്തിൻ്റെ ഒരു അത്യാവശ്യ ഘട്ടത്തിലാണ്, ഒരു സഹായത്തിന് വിളിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് ഈ ഡ്യൂട്ടി നിങ്ങൾ നിറവേറ്റണമെന്ന് അവരോട് ആ ഒരു വിഭാഗത്തിലൂടെ നിങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊന്നുള്ളത് ക്ലബ്ബുകളാണ്. നമ്മളെ നാട്ടുപുറത്തൊക്കെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾ ഒരുപാട് കുറേ ക്ലബ്ബുകളുടെ പ്രതിനിധികൾ ഇവിടെയുണ്ട്, ഞാൻ കണ്ടുകൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്കും ഒരു ഇതിനകത്ത് ഒരു ഡ്യൂട്ടിയെ കൂടി കാണുന്നുണ്ട്. അതായത് ഭാഗത്തെ കാരണം ഇതെല്ലാം ചെറുപ്പക്കാരാണ്. ഈ ജാഗ്രതാ സമിതികളിൽ നിങ്ങളുടെ സജീവ ഇടപെടലുണ്ടാകും. അതുകൂടാതെ നിങ്ങളുടെ പ്രദേശത്തെ കായിക വിനോദങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കാം. കുട്ടികളിലും ചെറുപ്പക്കാരിലും കളിക്കാനും ആടാനും പാടാനും ഒക്കെയുള്ള ആ കലാകായിക വിനോദങ്ങളിൽ ഏർപ്പാടുള്ള സജീവമായിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാകുക. അതിപ്പോൾ നമ്മൾ ആഘോഷം വരികയാണ്. പിന്നെ പെരുന്നാൾ വരും, അത് കഴിഞ്ഞാൽ വിഷു വരും, പിന്നെ ഈസ്റ്റർ വരും, ഓണം വരും. ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ കൂട്ടായി എല്ലാവരും കൂടി ആഘോഷിച്ച് കലാകായിക മത്സരങ്ങളൊക്കെ നടത്തി ആ കുട്ടികളെയൊക്കെ ഒന്നുകൂടി വീടിന് പുറത്തേക്ക് ഇറങ്ങണം. അത് കളിക്കളങ്ങളിലേക്കായിരിക്കണം. ഇത്തരം മറ്റേ ലഹരി സാധനങ്ങൾ വാങ്ങിക്കാനുള്ളതായിരിക്കരുത്. അപ്പോൾ അതിനുള്ള സജീവമായിട്ടുള്ള ശ്രമങ്ങൾ ഈ ക്ലബ്ബുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതൊന്ന് ചിന്തിക്കുക. പിന്നെ വരുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു വിഭാഗമാണ് മീഡിയ. ഈ മീഡിയ വിചാരിച്ചാൽ നമുക്ക് എന്ത് സംഗതി വേണമെങ്കിലും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയി. ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് എല്ലാ മീഡിയയും ഇതിൻ്റെ ഈ ഒരു വിപത്തിൻ്റെ പിന്നാലെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ നിങ്ങൾ പലരും ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യം ഞാൻ പറയാം. ഇന്നലെ മുതൽ മറ്റൊരു വാർത്ത ഇതിനൊക്കെ നമസ്കരിച്ചുകൊണ്ട് ടി വിയിലൊക്കെ കാണാൻ പറ്റും. ഈ ഒരു ഉദാഹരണം, നമ്മൾ ഇന്ന് നടത്തിയ ഈ പരിപാടി ഉണ്ടല്ലോ, ഇന്ന് ഞങ്ങൾ ഈ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആക്ഷൻ പ്ലാനിൻ്റെ അതിൻ്റെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു നിമിഷം ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കുക. ഇത് നമുക്ക് നടപ്പാക്കാൻ പറ്റുന്നതല്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് നടപ്പാക്കാൻ പറ്റുന്നതല്ലേ? ഇതിന് ചെലവുകളുണ്ടോ? ഇല്ല. സാമ്പത്തിക ചെലവുണ്ടോ? ഇല്ല. ഒന്നുമില്ല. നമ്മളെന്താണ്, മനസ്സ് വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സുണ്ടായേ പറ്റൂ, അല്ലെങ്കിൽ സർവനാശമായിരിക്കും ഫലം. നമ്മളുടെ മാത്രമല്ല, ഈ നാടിൻ്റെ മാത്രമല്ല, നമ്മൾ അവനവൻ്റെ കുടുംബത്തിൻ്റെയും സർവനാശമായിരിക്കും ഫലം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആക്ഷൻ പ്ലാൻ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളൊരു കൺവെൻഷണൽ മീറ്റിംഗ് പോലെയല്ല ഉദ്ദേശിക്കുന്നത്. ഇനി ബഹുമാനപ്പെട്ട MLA ഞാനിതൊന്ന് ഔപചാരികമായിട്ടുള്ളൊരു ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ലഹരിക്കെതിരായി മണ്ണാർക്കാട് ഇന്ന് നടക്കുന്ന വ്യത്യസ്തമായ കൂട്ടായ്മയുടെ നേതൃത്വവും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമായിട്ടുള്ള അഭിവന്ദനായ ഡോക്ടർ കമ്മാപ്പ അവരുടെ, നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ, അതുപോലെ തന്നെ ഷെരീഫ് ഹാജി, ശ്രീ പുരുഷോത്തമൻ, ശ്രീ ഹാരിക്ക, നമ്മുടെ മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ജോസ് ബേബി അവർ, റഹ്മാൻ, അതുപോലെ തന്നെ വാബിക്ക, അഷ്റഫ്ക, അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാം എണ്ണി പറയേണ്ട പേരുകളാണ്. എനിക്ക് പിറകിലും ജനപ്രതിനിധികളും നേതാക്കന്മാരൊക്കെ ഉണ്ട്. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ, പോലീസിലെയും എക്സൈസിലെയും എല്ലാ ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. ഇവിടെ കൂടിയവരിലാകട്ടെ മതപണ്ഡിതന്മാർ, വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള പൗരപ്രമുഖന്മാർ, വിവിധ യുവജന സംഘടനകളുടെ ഭാരവാഹികൾ, അതുപോലെ സാംസ്കാരിക സംഘടനകളുടെ ഭാരവാഹികൾ എല്ലാവരുമുണ്ട്. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കൾ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം മുഴുവനും ഒറ്റ മനസ്സായി ലഹരിക്കെതിരായ വിവിധ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള യോഗങ്ങൾ, മറ്റ് റാലികൾ, പ്രതിഷേധ പരിപാടികൾ, സെമിനാറുകൾ ഒക്കെ നടക്കുന്നു. ഇവിടെ നമ്മൾ ഡോക്ടറുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒത്തുചേർന്നിട്ടുള്ളത് ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായി. നമ്മൾ ഈ ഒരു പോരാട്ടം നമുക്കറിയാം, നമ്മൾ വിജയിക്കേണ്ട പോരാട്ടം.
ഇതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മുടെ വരും തലമുറ നമുക്ക് നഷ്ടമാകും, നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലാകും. 10 മാസം നൊന്തു പ്രസവിച്ച മാതാവിൻ്റെ കഴുത്തറുത്ത് കൊല്ലുന്ന മക്കൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് അക്രമോത്സുകത കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ വന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്നാൽ ആ മനോഭാവം ഉള്ളവരുണ്ട്. അപ്പോൾ കുട്ടികളുടെ മനോഭാവത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ എല്ലാം എക്സ്ട്രീമാണ്. ക്യാമ്പസുകളിൽ നടക്കുന്ന റാങ്കിങ്, നമ്മളൊക്കെ കോളേജിൽ പഠിച്ചത് ഇന്നൊക്കെ ചെറിയ തോതിലുള്ള റാങ്കിങ്ങും പള്ളിച്ചാട്ടവും പാട്ട് പാടിക്കലും പാടാൻ അറിയാത്തവരെ കൊണ്ട് പാടിക്കലും ഒക്കെ ഉണ്ട്. എന്നാൽ ഇന്നത്തെ റാങ്കിങ് എന്താണ്? ഒരു കുട്ടിയെ കട്ടിലിൽ കെട്ടിയിട്ടിട്ട്, അതും നഴ്സുമാരാ പഠിക്കുന്നവരാണ്, ആ കുട്ടിയുടെ ശരീരത്തിൽ കോമ്പസ് കൊണ്ട് വരക്കണം. എന്നിട്ട് സ്വാഭാവികമായിട്ട് നല്ല നീറ്റലും വേദന ഉണ്ടാവും, ചോരൊലിക്കാൻ. അതിലേക്ക് ലോഷൻ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചെയ്യുന്ന ആളുകൾ, ആ കുട്ടി ആർത്ത് കരയുമ്പോൾ ചെയ്യുന്ന ആളുകൾ ആർത്ത് ചിരിക്കുകയാണ്. നമ്മൾ സാധാരണ കാടന്മാർ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഇന്ന് അവര് നാണിക്കും. അത്ര വലിയ പ്രാകൃതമായ രീതിയിലേക്ക് സമൂഹത്തിലെ യുവത്വം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു അടിസ്ഥാന പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. അതിലേക്കാണ് ലഹരി വരുന്നത്. അപ്പൊ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഒരു പടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് മാറ്റം ഉണ്ടാവണം. ഈ സാമൂഹ്യ വ്യവസ്ഥിതിക്ക് മാറ്റം ഉണ്ടാകാൻ കൂടി നമ്മൾ പരിശ്രമിക്കണം. പരസ്പരമുള്ള ഇടപെടലുകളില്ല, കൂടിച്ചേരലുകളില്ല. ഒന്നാള് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നപ്പോൾ അവിടെ ഒരാൾ പറഞ്ഞു, വളരെ കറക്റ്റാണ്, 4 ആൾ ഇരിക്കുന്നുണ്ടെങ്കിൽ 4 ആളും 4 ഭാഗത്തേക്ക് നോക്കിയിരിക്കുകയാണ്. അവരവരുടെ ലോകത്താണ്, ഇവർ തമ്മിൽ യാതൊരു ബന്ധമില്ല. ട്രെയിനിലൊക്കെ കയറിയ പഴയ കാലത്ത് നമ്മളൊക്കെ പരസ്പരം അങ്ങോട്ടും പരിചയപ്പെടും. വേറൊന്നും പറയാനില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ട് നാടിനെ കുറിച്ച് ചോദിച്ച്, ജോലിയെ കുറിച്ച് ചോദിച്ച്. അപ്പൊ ആരും ഒന്നും ചോദിക്കുന്നില്ല, എല്ലാവരും കയറിയ പാടനെ അവനവന്റെ ലോകത്ത് വ്യാപരിക്കുക. അപ്പൊ ഈ ഒരു സ്ഥിതി കുടുംബങ്ങളിലുണ്ട്. അതുപോലെ തന്നെ മറ്റെല്ലാ സമൂഹത്തിലെ വിവിധ സെക്ഷനുകളിലുണ്ട്. അപ്പൊ അതിനൊക്കെ മാറ്റം വേണം. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാവണം. നല്ല മൂല്യബോധം ഉണ്ടാവണം. പഴയ തലമുറയിലെ കുട്ടികൾക്ക് അച്ഛനമ്മമാരോട്, സഹോദരങ്ങളോട് ഉണ്ടായിരുന്ന ഒരു പ്രതിബദ്ധതയുണ്ട്. ആ പ്രതിബദ്ധതയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അതോടൊപ്പം ഇവിടെ ലഹരി വ്യാപനം വളരെ ശക്തമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഒന്ന്, ആദ്യം നമ്മുടെ പോരാട്ടം മദ്യത്തിനെതിരായി. മദ്യത്തിനെതിരെയുള്ള പോരാട്ടത്തിന് മദ്യം ഇവിടെ ഔദ്യോഗികമായി കൊടുക്കാൻ തുടങ്ങിയ കാലത്തോളം പഴക്കമുണ്ട്. മദ്യം വളരെ നിരുപദ്രവകരമായിട്ട് പോയി. കാരണം അതിനേക്കാളും കടുപ്പം കൂടിയ സാധനങ്ങൾ വന്നപ്പോൾ മദ്യം അറിയാതെ സാധൂരീകരിക്കപ്പെട്ടു എന്നൊരു അവസ്ഥയിലേക്ക് പോവാണ്. മദ്യം എന്നൊരു വില്ലനല്ല. കാരണം എന്താ വെച്ചാൽ MDMA കിടന്ന് ഉറഞ്ഞു തുള്ളുമ്പോൾ അതിന്റെ പേരിൽ വലിയ കൊലപാതകങ്ങളും സംഘടനകളും നടക്കുമ്പോൾ അത് ഓരോ കുടുംബത്തിന്റെയും പ്രശ്നമായി മാറുമ്പോൾ മദ്യം നിസ്സാരവൽക്കരിക്കപ്പെട്ടു. നമ്മളെല്ലാ ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കണം. അതിൽ നിന്നാണ് ഇതിലേക്കൊക്കെ എത്തുന്നത്. പിന്നെ നമ്മൾ പോരാടേണ്ടത് ആരോടാണ്? അതുകൂടി നമ്മൾ ഈ ചർച്ചകളിൽ വരണം. ആരോടാ പോരാടേണ്ടത്? കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നത് 25,000 കോടിയുടെ രാസ ലഹരി, MDMA അടക്കമുള്ള മയക്കുമരുന്ന് കേരളത്തിൽ ഒരു വർഷം വിറ്റഴിക്കുന്നത്. ഒരു ബദൽ സാമ്പത്തിക വ്യവസ്ഥ അല്ലെ? 25,000 കോടി രൂപ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ബഡ്ജറ്റിന്റെ ഒക്കെ ഒരു പാർട്ടായിട്ട് വരും. അത്രത്തോളം വരും. 1 ലക്ഷം കോടി 1.5 ലക്ഷം കോടിയൊക്കെയാണ് സംസ്ഥാന ബഡ്ജറ്റ് തന്നെ വരും. 25,000 കോടിയുടെ രാസലഹരി വിൽപ്പന ഉണ്ട് എന്ന് പറയുന്നു. ഇന്നലെ ഒരു കുട്ടിയെ പിടിച്ചു, 10 വയസ്സുള്ള കുട്ടി. കുട്ടിയുടെ ശരീരത്തിൽ, കുട്ടിയുടെ പിതാവ് കച്ചവടക്കാരനാണ്, പ്ലാസ്റ്റർ ചെയ്ത് ഒട്ടിച്ചിരിക്കുകയാണ്. 10 വയസ്സുള്ള കുട്ടിയല്ല, ആരും ശ്രദ്ധിക്കൂല. MDMA പ്ലാസ്റ്റർ ചെയ്ത് ശരീരത്തിൽ ഒട്ടിച്ചിരിക്കുക. അത് ഒരു പോലീസിലെ വിദഗ്ധമായ ഒരാളുടെ കയ്യിൽപ്പെട്ടു, അയാൾ പിടിച്ചു. അപ്പൊ ഇത് വളരെ വ്യാപിച്ചിരിക്കുകയാണ്. ഇതിനെതിരായുള്ള ഒരു പോരാട്ടമാണ് നമുക്ക് നടത്തേണ്ടത്. ഇവിടെ സൂചിപ്പിച്ച പോലെ മണ്ണാർക്കാട് അതിനെതിരായ ഒരു സംഘടന, ഒരു പ്ലാറ്റ്ഫോം, അത്രയും കാണുന്നുള്ളൂ, ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെട്ടു. ഡോക്ടർ അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഷഹബാസിൻ്റെ മരണമുണ്ടായിരുന്ന ഈ പള്ളിയിലെ പരിപാടിയിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് അദ്ദേഹം ഈ ആശങ്കകൾ പ്രകടിപ്പിച്ചത്. അപ്പോൾ അതേ തുടർന്ന് ഇങ്ങനെ മണ്ണാർക്കാടൊന്നും ഇരിക്കണം, എല്ലാവരും ഒന്ന് ചേരണം. വളരെ നല്ലൊരു കാര്യമാണ്. അങ്ങനെ ആ അർത്ഥത്തിൽ ഇന്ന് എല്ലാവരും ഇവിടെ ഇന്ന് നമ്മൾ ചേർന്നിരിക്കുകയാണ്.
അപ്പൊ ഇനി ഇതിനെതിരായ പോരാട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ പങ്ക് വഹിക്കുക. തീർച്ചയായും ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമായ ഒരു ഉണർവുണ്ടാവും. അപ്പൊ എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്, ഈ സംവിധാനത്തിന് പരമാവധി പിന്തുണയും പ്രോത്സാഹനവും നൽകി അവർക്ക് വേണ്ട മെറ്റീരിയൽ കൊടുക്കാൻ, അവരെ കൂടുതൽ പ്രവർത്തിപ്പിക്കാൻ ഈ മൂവ് എന്ന സംഘടന വഴി ശ്രമിച്ചാൽ അതേറെ ഉപകാരപ്രദമായിരിക്കും എന്നുള്ളതാണ്. ബോധനം ശക്തിപ്പെടുത്തണം, പ്രചരണം ശക്തിപ്പെടുത്തണം. അതോടൊപ്പം തന്നെ ലഭ്യത കുറക്കണം. കിട്ടാനുള്ള സാധ്യത ഉണ്ടാവില്ല. ലഭ്യത കുറക്കുക എന്നുള്ളത് പ്രധാനമാണ്. ലഭ്യത ഇഷ്ടംപോലെ വിചാരിച്ചാൽ വീടാവുന്ന ചതിക്കുഴികൾ നമ്മുടെ ചുറ്റുവട്ടമുണ്ടാകുമ്പോൾ ആ ചതിക്കുഴികളൊക്കെ നമ്മൾ നോക്കണം. ലഭ്യത കുറക്കുക. ഒരു മുസ്ലിം പെൺകുട്ടി, ഞാനത് അങ്ങനെ തന്നെ പറയാം, പിന്നെ ഒരു പയ്യൻ ഒരു ബൈക്കിൽ ഇങ്ങനെ വരും, ആ കുട്ടിൻ്റെ കയ്യിൽ ഒരു സാധനം കൈമാറും, പയ്യനങ്ങ് പോകും, ഇവള് നേരെ സ്കൂളിലേക്ക് പോകും. ആ വീഡിയോ എടുത്തിട്ട് ഇത് ഇന്നതാണ് സംഗതി, ഈ പയ്യൻ കൈമാറിയത് ഇതാണ്, ഇനി അവിടെ ആർക്കാ കൊടുക്കുക എന്നുള്ളത് അത് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെയൊക്കെയാണ് ഇത് പറയുന്നത്. ഈ പറഞ്ഞില്ലേ 25,000 കോടിയുടെ രാസലഹരി കേരളത്തിൽ പോകുന്നുണ്ടെന്ന്. ഇത് ഉപയോഗിക്കുന്നത് 10 വയസ്സിനും 20 വയസ്സിനും ഇടയിലുള്ളവരാണ് 80%. 20 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള ബാക്കിയുള്ളൂ. അതിനപ്പുറത്തേക്കുള്ളൊരു ഇതിൽ കുറവാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം നമ്മുടെ യുവതയെയാണ് കാർന്നു നിന്നത്. ഈ യുവത്വം മുഴുവനും ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ടു പോയാൽ പിന്നെ നമ്മുടെ ഈ സംസ്ഥാനത്തിന് എന്ത് ഭാവിയാണുള്ളത്? അപ്പം അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രീതിയിൽ പാർട്ടിക്കാരൊക്കെ അതിൽ ജാഗ്രത കാണിക്കാം. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ തന്നെ ആൾക്കാർ വരില്ല. ഇങ്ങനെ ഒരു വിഷയത്തിൽപ്പെട്ടാൽ ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് ആളുകൾ വരില്ല. പാർട്ടികളൊക്കെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ജനപ്രതിനിധികൾ എടുക്കണം. ഇതുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെട്ടവരുടെ ആരുടെ കേസിൽ ഞങ്ങൾ ഇടപെടുകയില്ല എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാവുന്നതാണ്. അത് വളരെ സ്വാഗതാർഹമാണ്. അത് നമുക്ക് ബാക്കി എല്ലായിടത്തും അത് പറയാവുന്നതാണ്. ഞങ്ങൾക്ക് മണ്ണാർക്കാട് ഇങ്ങനെ ഒരു മാതൃകയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വന്ന ആരുടെ കേസിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ പാർട്ടികൾക്കും ആ ഒരു ധാരണ, പാർട്ടികളൊക്കെ ആ ഒരു വഴിക്ക് ചിന്തിക്കുമ്പോൾ അതൊരു ഒറ്റപ്പെടുത്തൽ കൂടിയാണ്. ഈ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു സംഗതി ഉണ്ട്. ഇതിൻ്റെ ചില എക്സ്പേർട്ടുകൾ അവിടെ എക്സൈസ് ഓഫീസർമാരൊക്കെ ഉണ്ട്. അവരുടെ പെരുമാറ്റ രീതികൾ എങ്ങനെയായിരിക്കും, അവരെ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ താഴെ തട്ടിലേക്ക് നല്ല ബോധവൽക്കരണം കൊടുക്കും. ഇപ്പൊ പൊതുവെ കുട്ടികൾ ഒറ്റപ്പെട്ടിട്ടാണ്, ഒരു കാര്യത്തിലും വരില്ല, അവരവരുടെ ഒരു ലോകത്താണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരെ നമുക്ക് അതിനെ പിന്തിരിക്കാൻ നോക്കണം. അതുപോലെ തന്നെ ഡി അഡിക്ഷൻ സെന്ററുകൾ അതൊക്കെ വ്യാപകമായിട്ട് ഉണ്ടാവണം. സത്യത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ ഡി അഡിക്ഷൻ സെന്റർ വഴി മാനസികമായി മാറ്റം വന്ന ഒരുപാട് ആളുകളുണ്ട്. ഇതിൽ പെട്ടവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണം. പെടാത്ത കുട്ടികളെ ഒരു ചിറകെട്ടി നമ്മൾ അവരെ അങ്ങോട്ട് പോകാതെ നോക്കണം. അപ്പൊ ഇതിനൊക്കെ നാട്ടും പുറത്ത് മുനിസിപ്പാലിറ്റി പോലുള്ള ടൗണിലാണെങ്കിൽ ആ പ്രദേശത്തെ വാർഡുകളിൽ ഹൗസിംഗ്, അതുപോലെ തന്നെ റെസിഡൻഷ്യൽ അസോസിയേഷൻ, ഹൗസിംഗ് കോളനികൾ, ഇവിടെയൊക്കെയാണ് ഇതിലൊരു ജാഗ്രത കാര്യമായിട്ട് ഉണ്ടാവേണ്ടത്. അവിടെ നിന്നാണ് ഇതാരെങ്കിലും അസാധാരണമായി വല്ലതും കൊടുന്നോടുത്ത് പോകുന്നുണ്ടോ, അങ്ങനെ കിട്ടുന്ന കുട്ടിയുടെ സ്വഭാവത്തിൽ ഇങ്ങനെ മാറ്റങ്ങളുണ്ടോ, ഇങ്ങനെ നമുക്ക് വാച്ച് ചെയ്യാൻ മനസ്സിലാക്കും. അങ്ങനെ വാച്ച് ചെയ്യുന്നവരെ നമ്മൾ കൗൺസിലേഴ്സിനൊക്കെ കൊണ്ട് അവരോട് സംസാരിപ്പിച്ച്, അപ്പൊ പലപ്പോഴും സംഗതി പുറത്തു വരും. അപ്പൊ ഇവിടെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ പേരിൽ ഒരു രാസലഹരി അല്ലെങ്കിൽ ഒരു MDA പിടിക്കാൻ സഹായിച്ചതിന്റെ പേരിൽ, ഒരു മഹസറിൽ ഒപ്പിട്ടതിന്റെ പേരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസം വരുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നാകെ അതിന്റെ കൂടെ ഉണ്ടാകും. അവരെ സപ്പോർട്ട് ചെയ്യണം. അതിന് വേണ്ട നിയമപരമായും മറ്റു നിലക്കുള്ള പ്രൊട്ടക്ഷനും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ ആളുകളുണ്ട്. അവരും ആ കാര്യത്തിൽ ഈ ഒരു ജനകീയമായ ഇടപെടലുകൾ ഉണ്ടാവണം. ഇത്രയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ദീർഘിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇപ്പൊ ഇത് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് ഈ വിധത്തിൽ ഇത് തുടക്കം കുറിച്ചത്. മറ്റു പ്രദേശങ്ങളിലും അവരൊക്കെ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിലാണ്. അവിടെ രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും ഒക്കെ എതിരായി ഒരു നല്ല കൂട്ടായ്മകൾ എല്ലായിടത്തും രൂപപ്പെടണം. ഇങ്ങനെ ഇതിനെതിരായി ഞങ്ങളൊക്കെ വളരെ വിജിലൻ്റാണ് എന്നൊരു സന്ദേശം കൊടുക്കുകയും പിന്നീട് അതിൽ ക്രിയാത്മകമായി ഇടപെടുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ നിയമപരമായി ഇതിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ അസംബ്ലിയിലും മറ്റ് അതിൻ്റെ മുകളിലുള്ള ബോഡികളിലുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനുള്ള ഇടപെടൽ നടത്തും. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇങ്ങനെ ഒരു ഇനീഷ്യേഷൻ എടുത്ത ഡോക്ടറെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട പുരുഷോത്തമൻ ഉൾപ്പെടെ, അതുപോലെ തന്നെ നമ്മുടെ ഫിറോസ് ബാബു, ഇങ്ങനെ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഉൾപ്പെടെ എല്ലാവരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്യുന്നു.
പ്രതിസന്ധിക്കെതിരായ പോരാട്ടത്തിൽ ഞങ്ങളുമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ കടന്നു വന്ന മുഴുവൻ മണ്ണാർക്കാട്ടെ സഹോദരങ്ങളെയും സഹോദരിമാരെയും പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ ഡോക്ടർ കമൽ സാർ, പരിപാടി ഉദ്ഘാടനം ചെയ്ത MLA ഡെപ്യൂട്ടി ശംസുദ്ദീൻ, ഇന്നിവിടെ യോഗം വിളിച്ചു ചേർത്തതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് നമുക്കറിയാം. ഏറ്റവും ഇന്ന് കേരളം നേരിടുന്ന ഈ സാമൂഹിക വിപത്തിനെതിരെ ഒരുമിക്കാൻ ഒരു വേദി വിളിച്ചു ചേർത്തപ്പോൾ ഇത്രയും ആളുകൾ ഇവിടെ വന്നു ചേർന്ന് തന്നെ ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച് എല്ലാവരും ബോധവാന്മാരാണ് എന്നുള്ളതാണ്. ഇങ്ങനൊരു യോഗം വിളിച്ചു ചേർക്കാൻ ഇവിടെ ഡോക്ടർ കമാപ്പ സാർ കാണിച്ച ഈ ഉദ്യമത്തെ, അദ്ദേഹത്തെ ഞാൻ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇന്ന് നമ്മളൊക്കെ വലിയ ഭീതിയോടുകൂടിയാണ് സമൂഹം ജീവിക്കുന്നത്. ഓരോരുത്തരെയും എന്തിനാണ് കൊല്ലുന്നത് എന്ന് കൊല്ലുന്നവൻ അറിയുന്നില്ല, എന്തിനാണ് മരിക്കുന്നതെന്ന് മരിക്കുന്നവനും അറിയാത്തൊരവസ്ഥയിലേക്ക് നാട് നീങ്ങുകയാണ്. അവിടെയാണ് സമൂഹത്തിൻ്റെ ഇടപെടൽ. ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത നമ്മുടെ ആ പഴയ നമ്മുടെ പൈതൃകം തിരിച്ചു കൊണ്ടുവരുവാൻ നമുക്ക് ഒറ്റക്കെട്ടായിക്കൊണ്ട് നമുക്ക് മുന്നേറണമെങ്കിൽ ഇനിയും നമ്മൾ ഉണർന്നു പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ വലിയൊരു ദുരന്തം നമ്മളെ തേടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയം. മണ്ണാർക്കാട് നഗരസഭ ഇതിൻ്റെ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് തൊട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൻ്റെ മുന്നോടിയായി ഉണ്ടായ കൗൺസിൽ ബഹുമാനപ്പെട്ട എക്സൈസിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വരികയും ഇതിന് ഒരു ഇടപെടൽ നടത്തണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് മണ്ണാർക്കാട് നഗരസഭ കഴിഞ്ഞ വ്യാഴാഴ്ച ഇതുപോലുള്ളൊരു യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് കൃത്യമായിക്കൊണ്ട് അതിൽ ഇടപെടാനും നടപടികളുമായി മുന്നോട്ട് നീങ്ങുന്നത്. അതും ഇതുമെല്ലാം ഈ സമൂഹ നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ ക്ലബ് ചെയ്തുകൊണ്ട് ഒന്നിച്ച് മുന്നേറണമെന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇത് താഴെ തട്ടിലേക്ക് ഇതിൻ്റെ പ്രവർത്തനത്തെ ഇറക്കിക്കൊണ്ടുവരണം. അവിടെ വാർഡ് ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനയുടെ നേതാക്കൾ, അതുപോലെ തന്നെ പള്ളി, അമ്പലം, അതുപോലെ തന്നെ ചർച്ചിലെ ആളുകൾ, അതുപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ, പിന്നെ ക്ലബ്ബ് ഭാരവാഹികൾ, ആശാ വർക്കർമാർ, അംഗനവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, ഇവരുടെയൊക്കെ ഒരു കൂട്ടായ്മ, ഒരു ജാഗ്രതാ സമിതി ആ വാർഡിലുണ്ടായാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എല്ലാ വാർഡിലും ഇതുപോലെ സമിതി ഉണ്ടാക്കുകയും ആ സമിതിയുടെ ഒരു യോഗമെങ്കിലും ഒരു 2 മാസത്തിലൊരിക്കൽ ചേരണം എന്നുള്ളത് നിർബന്ധമാണ്. കമ്മിറ്റി കടലാസിലുണ്ടാക്കി വെച്ചിട്ട കാര്യമില്ല, അത് പ്രവർത്തിക്കുന്ന കമ്മിറ്റി ആയിരിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത്. അത് കഴിഞ്ഞ് മേലെ തട്ടിലേക്ക് വരുമ്പോൾ മണ്ണാർക്കാട് നഗരസഭയ്ക്ക് എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോലീസും എക്സൈസും ഒക്കെ അതിൽ ഭാഗവാക്കാവണം. എല്ലാ ഗവൺമെൻറ് റവന്യൂ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ ഭാഗവാക്കായിക്കൊണ്ട് മണ്ണാർക്കാട് മുനിസിപ്പൽ തലത്തിലുള്ള ഒരു ജാഗ്രതാ സമിതി വേണം. ആ ജാഗ്രതാ സമിതിയുടെ മേൽനോട്ടത്തിൽ താഴെത്തട്ടിലുള്ള ഈ 29 വാർഡിലും ഉണ്ടാകുന്ന ജാഗ്രതാ സമിതികൾ പ്രവർത്തിക്കും. ഇത് ഒരേപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു പരിധി വരെ. അതോടൊപ്പം തന്നെ ഒരു പകുതിയാണ് നമ്മൾ ചെയ്യേണ്ടത്. പകുതി ചെയ്യേണ്ടത് സർക്കാരാണ്. നിയമത്തിലൂടെ ഇതിനെ പ്രതിരോധിക്കാൻ പുതിയ നിയമനിർമ്മാണം ആവശ്യമെങ്കിലല്ല ആവശ്യമാണ്. അത് ചെയ്യാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തണമെന്നാണ് പറയാനുള്ളത്. കാരണം ഇത് മണ്ണാർക്കാട് മാത്രമുള്ള ഒരു സംഭവ വികാസമല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് സർക്കാരാണ്. സർക്കാർ നിയമത്തിലൂടെ ഇതിന് ഈ ഇത്തരം കൂട്ടായ്മകൾ മുന്നോട്ട് വെക്കുമ്പോൾ അവർക്ക് നിയമത്തിൻ്റെ പരിരക്ഷ ഉണ്ടാവണമെങ്കിൽ നിയമം സ്ട്രോങ് ആയിരിക്കണം. അടുത്തതായി ഗവൺമെന്റ് പ്രഖ്യാപിച്ച നമ്മുടെ കർമ്മ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് വിശദീകരിക്കുന്നതിന് വേണ്ടി ശ്രീ പുരുഷോത്തമൻ ആവശ്യം. വേദിയിലും സദസ്സിലുമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ബഹുമാനിനെ, ഇത് വേദിയും സദസ്സും ഇല്ലാത്തൊരു യോഗമാണ്. കാരണം ഇതിൻ്റെ പ്രാധാന്യം അത്രമേൽ ഗൗരവമുള്ളതാണ്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ നാട്ടിൽ ഇത് എങ്ങനെ പ്രാവർത്തികമാക്കണം എന്നതിനെ സംബന്ധിച്ചൊരു ആശയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സാധാരണ ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതൊരു ഡോക്യുമെൻ്റായിട്ട് വെക്കേണ്ടതാണ്. പക്ഷേ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് വ്യക്തിപരമായിട്ട് പുരാഘോഷവുമായി ബന്ധപ്പെട്ട തിരക്ക്. രണ്ടാമത്തെ കാര്യം, ഏകപക്ഷീയമായിട്ട് അങ്ങനെ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കാത്ത നിങ്ങളുടെയും കൂടി അഭിപ്രായങ്ങൾ മുൻതൂക്കം കൊടുക്കണം എന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ഞാനിതിൻ്റെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൻ്റെ ഒരു രീതി എങ്ങനെയായിരിക്കാമെന്ന് നിങ്ങളോട് പറയുകയാണ്. ഒട്ടേറെ
സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. നിയമപരമായിട്ട് ഈ മാരക വിപത്തിനെതിരെ പോരാടാൻ ഒട്ടേറെ നിയമങ്ങളുണ്ട്. ഒരുപാട് പ്രതിരോധങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ടാണ് ഇന്ന് ഈ രാസലഹരിയുടെ വല്ലാത്ത വ്യാപനം. അപ്പോൾ എവിടെ നിന്ന് ഇത് തുടങ്ങണമെന്നതാണ് നമ്മളിവിടെ ചോദിക്കേണ്ട കാര്യം, ചോദിക്കേണ്ട ചോദ്യം. അതിനാണ് നമ്മൾ ഉത്തരം കാണേണ്ടത്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്ന് ഇത് തുടങ്ങേണ്ടത് ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിലാണ്. ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വീടുകളിലാണ്. ഇവിടെ നമ്മളൊക്കെ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട്, മാർച്ചുകൾ സംഘടിപ്പിക്കുന്നുണ്ട്, കോർണർ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്, പ്രതിജ്ഞകൾ ചൊല്ലുന്നുണ്ട്, ഇതെല്ലാമുണ്ട്. പക്ഷേ ഇതൊക്കെ വേണ്ടത്ര ഫലം കാണുന്നില്ല എന്നതാണ് ഈ 25,000 കോടിയുടെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞ കണക്കുകൾ നമ്മളോട് പറയുന്നത്. അപ്പം അങ്ങനെ എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് ഇത് അടിത്തട്ടിലേക്ക് എത്തിക്കാമെന്നുള്ളത് നമ്മളിവിടെ ചർച്ച ചെയ്യും. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ചുക്കാൻ പിടിക്കേണ്ടത് വാർഡ് കൗൺസിലർമാരാണ്. ഈ മുനിസിപ്പാലിറ്റിയിലുള്ള ഇതൊരു മാതൃകാ പദ്ധതിയാണ് എന്ന രൂപത്തിലാണ് നമ്മൾ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടത്. ആ നിലയിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള മുഴുവൻ വാർഡുകളിലും അതിൻ്റെ പ്രവർത്തനങ്ങൾ ചുക്കാൻ പിടിക്കേണ്ടത് വാർഡ് കൗൺസിലർമാരാണ്. ആ വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഒരു ജാഗ്രതാ സമിതി അവിടെ ഉണ്ടാക്കുകയും അതിനുശേഷം അതിൻ്റെ കീഴിൽ ഇത് വാർഡിൽ നടക്കേണ്ടതാണ്, വീട്ടിൽ നടക്കേണ്ടതാണ്, അതിൽ 5-ൽ കുറയാത്ത വിവിധ കമ്മിറ്റികൾ അവിടെ പ്രവർത്തിക്കുകയാണ്. ഇതിൻ്റെ ഉപസമിതികളായി അത് അമ്മമാരുടെ കൂട്ടം, അമ്മക്കൂട്ടാവാം എന്ന രൂപത്തിലാവാം, കുട്ടികളുടെ കൂട്ടായ്മ, കുട്ടിക്കൂട്ടമാവാം, ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെ ഒരു നാട്ടുകൂട്ടം, ഇതൊക്കെ അവിടെ നടത്താൻ മതി. വാർഡുകളിലാണ് നമ്മളിതിനൊരു മേൽനോട്ടം വഹിച്ചാൽ മതി. ആദ്യപടിയായിട്ട് നമ്മുടെ കുടുംബശ്രീക്കാരുണ്ട്, ആശാപ്രവർത്തകരുണ്ട്, മറ്റെല്ലാ സംഘടനകളും ക്ലബ്ബുകളൊക്കെ ഉണ്ട്. ആ വാർഡിലുള്ള മുഴുവൻ വീടുകളുടെയും ഒരു സർവേ നടത്തുക. സർവേ നടത്തിയിട്ട് അതിൽ 10 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള എത്ര കുട്ടികൾ ഉണ്ട് എന്ന കാര്യത്തെ സംബന്ധിച്ചൊക്കെ ഒരു ധാരണ നമ്മൾ മുൻകൂട്ടി എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ആരൊക്കെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. മയക്കുമരുന്ന് എന്ന വലിയ മാരക വിപത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ 3 തരത്തിലുള്ള ആളുകളെ നമ്മൾ ഇതിൽ ഭാഗമാക്കണം. ഒന്ന്, ഇതിൻ്റെ വിൽപ്പനയും വിപണനവും അതല്ലെങ്കിൽ ഇതിൻ്റെ പ്രചരണവുമായി നടത്തുന്ന ആളുകൾ. 2, ഇത് ഉപയോഗിക്കുന്ന ആളുകൾ. 3, ഇതിൻ്റെ ഉപയോഗം നാളിതുവരെ തുടങ്ങിയിട്ടില്ലാത്ത 10 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ. തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ഊന്നൽ നൽകേണ്ടത് ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെയാണ്. ഫയർ സർവീസ് തീപിടുത്തമുണ്ടായാൽ ആദ്യമാണ് ചെയ്യുന്നത് ഈ കത്തിനോടത്തേക്ക് വെള്ളമൊഴിക്കുകയല്ല, ഈ പടരാതെ കാത്തുരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മാതൃകയിൽ ഈ സർവേയിൽ നിന്ന് നമ്മൾ അത് ഒരു സാമൂഹ്യമായിട്ടുള്ള ഊരുവൽക്ക് നടത്താനോ മറ്റൊന്നുമല്ല, ഈ വിൽപ്പന നടത്തുന്ന ആളുകളെ നമ്മൾ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യണം. ഇതിന് അറിഞ്ഞോ അറിയാതെയോ അടിമപ്പെട്ട കുട്ടികൾക്ക് നമ്മൾ ക്ലിനിക്കൽ സപ്പോർട്ട് കൊടുക്കണം. അവിടെയൊക്കെയാണ് നമ്മുടെ ഒരു പ്രസക്തി. 3-മത്തത്, ഇതങ്ങനെ മാറ്റി നിർത്തേണ്ട, അല്ലെങ്കിൽ ഇതല്ല നമ്മുടെ ലക്ഷ്യം. ഈ നമ്മൾ ഇതിലേക്ക് അകപ്പെടാതെ ഏത് രീതിയിൽ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കുന്ന ഈ മാരകമായിട്ടുള്ള ഈ പകർച്ചവ്യാധി എൻ്റെ കുട്ടിയിലേക്കും എത്തുന്ന തിരിച്ചറിവ് ഓരോ അമ്മയ്ക്കും കൊടുക്കുക, ഓരോ അച്ഛനും ഓരോ സഹോദരന്മാർക്കും ഓരോ വീട്ടിലും എത്തിച്ചുകൊണ്ട് അവരെയാണ് നമ്മൾ സംരക്ഷണ കവചം നിർമ്മിച്ചുകൊണ്ട് സംരക്ഷിച്ചു നിർത്തേണ്ടത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഒരു സർവേ നടത്തണം. സർവേ എന്ന് പറയുമ്പോൾ അത് ഒരു സർവേ ഫോം ഉണ്ടാക്കിയിട്ടാകാം, അതല്ലെങ്കിൽ അതൊക്കെ വാർഡ് കൗൺസിലർക്ക് അവിടെ ആ വാർഡിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൻ്റെ രീതി അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ ഒരു കാര്യം ചുരുക്കമാണ്, കാരണം എന്ന് വെച്ചാൽ വളരെ വിശദമായിട്ട് പറയുന്നില്ല. അപ്പോൾ അവിടെ വാർഡ് തലത്തിൽ വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ എല്ലാ വീടുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അമ്മക്കൂട്ടത്തിന്, കുട്ടിക്കൂട്ടത്തിന്, നാട്ടുകൂട്ടത്തിന് ആ രൂപത്തിൽ പിന്നെ സദസ്സുകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വാർഡ് അടിസ്ഥാനത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത്. സ്വന്തം വാർഡിൽ എത്ര വീടുകളുണ്ട്, ആ വീടുകളിൽ എത്ര കുട്ടികളുണ്ട്, ഈ ലഹരി കേസുകളിൽ പെട്ട ആളുകൾ അതിൽ ഉണ്ടോ, ലഹരി ഉപയോഗിക്കണം, ഇതൊക്കെ വാർഡ് കൗൺസിലറും വീട്ടുകാരും ഇരുന്ന് ചർച്ച ചെയ്താൽ മനസ്സിലാവേണ്ടതാണ്. അപ്പോൾ ഇതിലൊന്നും ആരെയും ഒറ്റപ്പെടുത്താനോ ആരെയും ഊരുവിലൊക്കെ പ്രഖ്യാപിക്കാനോ അല്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ചുമതലയാണ് കൗൺസിലർമാർ നിർവഹിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ഈ ക്യാമ്പയിൻ്റെ ഏറ്റവും മുൻനിരയിൽ നമ്മൾ നിർത്തേണ്ടത് അമ്മേനാണ്. അമ്മ കുട്ടിയോട് പറയണം,
എന്താണ് ഇതിൻ്റെ ഒരു പിന്നെ സ്നേഹം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സന്ദേശം കുട്ടി അമ്മയോടും പറയണം. അപ്പം രാവിലെ വീട്ടിൽ നിന്ന് പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലോകത്ത് നമ്മൾ കണ്ടതിൽ ഏറ്റവും വലിയ ശക്തി ബൈൻഡിങ് ഫോഴ്സ് അമ്മയാണ്. അപ്പം ഇതിൻ്റെ ക്യാമ്പയിനിൻ്റെ ഒരു പതാകത്തിനോ അല്ലെങ്കിൽ ഒരു തുടക്കമോ നമ്മൾ ആരംഭിക്കേണ്ടത് നമ്മൾ വീടുകളിൽ നിന്നാണ് ആകണം. അതിനുള്ളൊരു ആക്ഷൻ പ്ലാനാണ് നമ്മളിവിടെ തയ്യാറാക്കേണ്ടത്. ഒരു നിശ്ചിത ദിവസം പിന്നെ നമ്മൾ കണ്ടെത്തിയിട്ട് സ്വന്തം മക്കളെ അവരുടെ മകനാവട്ടെ ഒന്ന് കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ അവരെയൊക്കെ ചേർത്ത് നിർത്തിയിട്ട് ഒരു ഉമ്മ വെച്ച് പറയണം അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കണം. അല്ലെങ്കിൽ ഉമ്മയാണ് അമ്മ അല്ലെങ്കിൽ അമ്മയാണോ ആ നിലയിലുള്ളത് തിരിച്ചറിവോട് കൂടിയിട്ട് നമുക്ക് ഈ സന്ദേശം എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ പിന്നെ പതാകങ്ങൾ നടത്തുന്നത് വീടിൻ്റെ മുമ്പിൽ കൊടിയോട്ടങ്ങൾ തൂക്കിയിട്ടും പിന്നെ പല രീതിയിലും പിന്നെ ആഗോള താപനത്തിന് വിളക്കുകൾ അണച്ച് പിടിച്ച് നമ്മൾ അതേ മാതൃകയിൽ എല്ലാ വീട്ടിലും രാവിലെ 7 മണിക്ക് അല്ലെങ്കിൽ 7:30 മണിക്ക് സ്കൂളിലേക്ക് പോകാനുള്ള കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് അതിന് നമുക്കൊരു ക്യാപ്ഷൻ കൊടുക്കാട്ടോ. അതിൻ്റെ ഫോട്ടോ പിന്നെ വാട്സാപ്പിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ സ്റ്റാറ്റസ് ആക്കി ഇൻസ്റ്റയിലൊക്കെ ഇട്ടുകൊണ്ട് അതിലൊരു നല്ല ഫോട്ടോ ആയിരിക്കണം നമുക്ക് പ്രയോജനം നൽകുന്ന ഇതിൻ്റെ ഒരു ഐറ്റം. അപ്പം ആ നിലയിൽ വീടുകളിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം അമ്മയിൽ നിന്ന് കുട്ടിയോട് ഇതിൻ്റെ അത് നമ്മൾ ഏറ്റെടുക്കുക. അമ്മയുടെ ഒരു പിന്നെ അമ്മ ചേർത്ത് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു ഉമ്മ നൽകിക്കൊണ്ട് അങ്ങനെ ഇതൊരു ആശയപ്രചരണത്തിൻ്റെ തുടക്കം സ്വന്തം വീടുകളിൽ നിന്ന് ആവണമെന്നാണ് ഞാൻ ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അമ്മ വയ്ക്കുന്ന ചിത്രം അല്ലെങ്കിൽ വളരെ ഇതായിട്ടുള്ള ആ രീതിയിലേക്ക് അമ്മയെ മുമ്പിൽ നിർത്തി അമ്മ മകനോട് പറഞ്ഞ് തുടങ്ങണം ഇതിൻ്റെ ക്യാമ്പയിൻ. പിന്നെ നമുക്കത് ഏറ്റെടുക്കണം. അപ്പോൾ ഇവിടെ അടിത്തട്ടിലായതുകൊണ്ട് ഓരോ കൗൺസിലർമാരും സ്വന്തം പിന്നെ വാർഡിലെ പിന്നെ പ്രവർത്തനങ്ങൾക്ക് ചുറ്റാൻ പിടിക്കണം. അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട്. നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഈ പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്ന കൗൺസിലർക്ക് നമുക്ക് അല്ലെങ്കിൽ ആ വാർഡിന് നമുക്കൊരു പ്രത്യേക വാർഡായിട്ട് പ്രഖ്യാപിക്കുക, അതിന് സമ്മാനം നൽകുകയും ചെയ്യാം. ഏറ്റവും നന്നായിട്ട് ഈ സന്ദേശം പ്രചരിക്കുന്ന രൂപത്തിൽ സമൂഹത്തിന്റെ മനസാക്ഷിയോടെ അമ്മയെ മകനെ കെട്ടിപ്പിടിച്ചോ മകൻ അമ്മയെ കെട്ടിപ്പിടിച്ചോ ഉമ്മ വയ്ക്കുന്ന ചിത്രം അത് പോസ്റ്റ് ചെയ്യുന്ന ആ ചിത്രത്തിന് നമുക്ക് വേണമെങ്കിൽ പിന്നെ സ്വർണ്ണ നാണയം തന്നെ കൊടുക്കാവുന്ന രൂപത്തിലേക്ക് നമുക്ക് ഇത് മാറ്റി വെക്കണം. അപ്പോൾ ശരിക്ക് നമുക്ക് പിന്നെ അമ്മയ്ക്കൊരു ഉമ്മ ഉമ്മയ്ക്കൊരു അമ്മ ഇത് രണ്ടും നമുക്ക് ഏത് രീതിയിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് അമ്മ എന്ന പദം ഉമ്മ എന്ന പദം ഇതിനൊക്കെ ഒരു വലിയ പിന്നെ നമ്മുടെ പിന്നെ മലയാളത്തില് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല നമ്മുടെ എല്ലാ ഭാഷയും നമ്മുടെ ഹൃദയത്തിന്റെ ഒരു വികാരമാണ്. അപ്പൊ കുട്ടിക്ക് തോന്നണം, കുട്ടിക്ക് അങ്ങനെ അമ്മ ഈ ഒരു ദിവസം ഉമ്മ വെച്ച് പറയുക. പിന്നെ എല്ലാ ദിവസവും ഉമ്മ വെക്കണം. ആ ഉമ്മ വെക്കുമ്പോൾ അമ്മയ്ക്കും ഒരു സുഖമാണ്, കുട്ടിക്കും ഒരു സുഖമാണ്. അപ്പൊ ഇവിടെ ആയിരിക്കണം അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം ലഹരി വിരുദ്ധ സന്ദേശത്തിന്റെ തുടക്കമായിട്ട് നമ്മൾ കാണേണ്ടത്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അമ്മ അല്ലെങ്കിൽ അതിന് മുതിർന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു സഹോദരൻ. അപ്പൊ വീട്ടിൽ നിന്നായിരിക്കണം ഇതിന്റെ ക്യാമ്പയിൻ തുടങ്ങുന്നത്. നമ്മൾ പൊതുയിടത്തിൽ പ്രതിജ്ഞ ചൊല്ലിയിട്ട് കാര്യമില്ല. പിന്നെ അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ വാർഡിൽ തന്നെയുള്ള കുട്ടികളെ അമ്മമാരെയൊക്കെ വിളിച്ചിട്ട് വേറെ ഒരു കൂട്ടായ്മ ഒരു പുഞ്ചിരി കൂട്ടായ്മയൊക്കെ സംഘടിപ്പിച്ച് അവിടെ നമുക്ക് എല്ലാവരും പരസ്യമായിട്ട് നമുക്കത് പറയാം. അപ്പൊ അതിൽ നിന്ന് തുടങ്ങണം, വീട്ടിൽ നിന്ന് തുടങ്ങണം, അമ്മയിൽ നിന്ന് തുടങ്ങണം ഈ ക്യാമ്പയിൻ. അതുമായി ബന്ധപ്പെട്ട ഒരു പിന്നെ ബാക്കി പിന്നെ ഇതിന്റെ മറ്റു കാര്യങ്ങളും ഇതിന്റെ രീതികൾ പിന്നെ ഇതിന്റെ സംഘടനാ സ്വഭാവങ്ങളൊക്കെ നമുക്ക് പിന്നെ ചർച്ചയിൽ നിന്ന് തീരുമാനിക്കാം. ഞാൻ കൂടുതൽ ആവർത്തിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. നമ്മൾ ഈ എല്ലാവരും ഫോൺ എടുത്തിട്ട് ഈ നമ്പർ പലരും സേവ് ചെയ്തിട്ടുണ്ടാവും. സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്യണം. ഒന്നല്ല 2 നമ്പറുകൾ വരുന്നുണ്ട്. അപ്പം 99 95 96 66 66 ഇത് ഡ്രഗ് ആർമി എന്ന് പറയുന്ന നമ്പറാണ്. അത് മറ്റൊന്നും കൂടി ഉണ്ട് 9447178000. ഈ 2 നമ്പറിൽ ആദ്യം പറഞ്ഞ നമ്പർ ഡ്രഗ് ആർമി എന്നാണ് ഇതിന്റെ നമ്പറിന്റെ സേവ് ചെയ്യേണ്ടത്. അതിനകത്ത് വാട്സാപ്പിൽ കൂടിയാണ് വിവരങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വീഡിയോ അയക്കാം, ഫോട്ടോ അയക്കാം, വോയിസ് മെസ്സേജ് ഇടാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനെപ്പറ്റിയുള്ള പിന്നെ നമ്മൾ ഡ്രഗിന്റെ വേറെ ഇതല്ല, നമ്മൾ കച്ചവടം നടത്തുന്നതിന്റെ റിപ്പോർട്ട് ചെയ്യേണ്ട നമ്പറുകളാണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ വാട്സാപ്പ് നമ്പറാണ്. അപ്പൊ അതിനകത്ത് വാട്സാപ്പിൽ കൂടെ തന്നെ വേണം വിടാൻ. രണ്ടാമത്തത് കോൾ നമ്പറാണ്. പെട്ടെന്ന് ചാടി വന്ന് സംസാരിക്കുന്നത് പുരുഷോത്തമൻ പറഞ്ഞ നിർദ്ദേശത്തോട് 100% ആൾ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം എന്ന ആശയത്തോടുള്ള യോജിപ്പുണ്ട്. പക്ഷേ
അദ്ദേഹം പറഞ്ഞതിലൊരു ഭേദഗതി അത് തുടക്കത്തിലെ പറയാതിരുന്ന അത് പറയാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിങ്ങനെ വല്ലാതെ വെമ്പൽ കൊണ്ടതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ചാടി വന്നത്. ക്ഷമിക്കണം. വീടുകളിൽ നിന്ന് സ്നേഹം കിട്ടാത്ത കുട്ടികളാണ് പല ക്രിമിനൽ സംഭവങ്ങളിലും ചെന്നുപെടുന്നത് എന്നതിന് എത്രയോ പഠനങ്ങൾ കേരളത്തിൽ പുറത്തുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ വീടുകളിലെ കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കുറവ്, അതിലൂടെ അവർക്ക് കിട്ടേണ്ട സ്നേഹം കിട്ടാതെയായി പോകുന്നത്. അതുകൊണ്ട് വീടുകളിൽ നിന്ന് ആരംഭിക്കണം എന്നുള്ളത് ഈ ഒരു നമ്മളുടെ പരിശ്രമത്തിൻ്റെ ഏറ്റവും മഹത്തായ സന്ദേശമാണ് പുരുഷോത്തമൻ നൽകിയത്. പക്ഷെ അതിൽ ഞാൻ പറയുന്ന ഭേദഗതി എന്താണെന്ന് വെച്ചാൽ, അമ്മയ്ക്കൊരു ഉമ്മ എന്നാണ് പുരുഷോത്തമൻ പറഞ്ഞത്. കുട്ടി അമ്മയ്ക്ക് ഉമ്മ കൊടുക്കണം എന്നാണ്, അല്ല കുഞ്ഞിനൊരു ഉമ്മ കൊടുക്കണം. അത് അമ്മയാകണമെന്നില്ല. ചിലപ്പോൾ എല്ലാ കുഞ്ഞിനും അമ്മ ഉണ്ടാവില്ല ഉമ്മ കൊടുക്കാൻ. വീട്ടിലുള്ള ഏതെങ്കിലും ഒരു മുതിർന്ന ആള് കുഞ്ഞിനോടാണ് സ്നേഹം കാണിക്കേണ്ടത്. കുഞ്ഞുങ്ങൾക്കാണ് സ്നേഹം ഇല്ലാതെ പോകുന്നത്. അതുകൊണ്ട് കുഞ്ഞിനൊരു ഉമ്മ എന്നതായിരിക്കണം ഈ മുദ്രാവാക്യം. വീടുകളിൽ നിന്ന് കുട്ടിക്ക് സ്നേഹം കിട്ടണം. കുട്ടി അങ്ങോട്ട് സ്നേഹം കൊടുക്കാത്തതല്ല ഇപ്പോഴത്തെ പ്രശ്നം. അതുകൊണ്ടാണ് അമ്മയ്ക്കൊരു ഉമ്മയല്ല കുഞ്ഞിനൊരു ഉമ്മ. ആരോ ആൾക്കാർ ചിലപ്പോൾ അമ്മ ഉണ്ടാവില്ല, അച്ഛനുണ്ടാവില്ല, ആരെങ്കിലും വീട്ടിലുണ്ടാവുമല്ലോ. ആരാണെങ്കിലും, ഇനി ആരുമില്ല, അയൽപക്കത്തെ ഒരാളെങ്കിലും ഉണ്ടാവും. അതുകൊണ്ട് കുഞ്ഞിന് ഉമ്മ കൊടുത്തുകൊണ്ട് കുഞ്ഞിനോടുള്ള സ്നേഹം വിളമ്പുന്ന, പകർന്നു നൽകുന്ന ഗൃഹാന്തരീക്ഷം ഉണ്ടാകലാണ് എല്ലാ ക്രിമിനൽ സംഭവങ്ങളിൽ നിന്നും കുട്ടികളെ രക്ഷിക്കാനുള്ള ഒന്നാമത്തെ അജണ്ട എന്നത്. അതുകൊണ്ട് പുരുഷോത്തമന്റെ ആ നിർദ്ദേശം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഭേദഗതി ഞാൻ നിർദ്ദേശിക്കുന്നു. നമ്മുടെ നാടിൻ്റെ ഭാവി തലമുറയെയും നമ്മുടെ സംസ്ഥാനത്തെയും ബാധിക്കുന്ന ഏറ്റവും ഗൗരവമായ ഒരു പ്രശ്നം, അത് മണ്ണാർക്കാടിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് മുമ്പ് പല കാലങ്ങളിലും മണ്ണാർക്കാടിൻ്റെ സാമൂഹ്യ മനസ്സ്, മണ്ണാർക്കാടിൻ്റെ പൊതുബോധം ഇത്തരം സംഭവങ്ങളിലൊക്കെ പ്രതികരിച്ച ആ രീതിയിൽ തന്നെ ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുവാൻ, നമ്മുടെ സംസ്ഥാനത്തെ അടുത്ത തലമുറയെ നിലനിർത്തുവാൻ ആവശ്യമായ ഒരു പ്രത്യേക തരത്തിലുള്ള ചിന്ത മുന്നോട്ട് വെച്ച് അതിനുവേണ്ടി പ്രതിവിധി കാണാൻ ശ്രമിച്ചിട്ടുള്ള ഈ നേതൃത്വത്തെ ആദ്യമായി അനുമോദിക്കുകയാണ്. ഞാൻ മറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞ നിർദ്ദേശങ്ങൾ പലതും യഥാർത്ഥത്തിൽ MLA ചൂണ്ടിക്കാണിച്ചതും ഡോക്ടർ പറഞ്ഞതും പുരുഷോത്തം പറഞ്ഞതും ഒക്കെ എല്ലാം ഞങ്ങളെല്ലാവരും അതേ ആശയത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ജാഗ്രതാ സമിതി രൂപീകരിക്കുന്ന സന്ദർഭത്തിൽ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ പ്രചരണപരമായ പ്രവർത്തനം, നമ്മുടെ ചൂണ്ടിക്കാണിച്ച ചില നിർദ്ദേശങ്ങൾ നല്ലതാണ്. നമുക്ക് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി, സമീപ പഞ്ചായത്തുകളൊക്കെ ആളുകൾക്ക്, കുട്ടികൾക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ അവരെ കൂടെ ചേർത്ത് പിടിക്കുന്ന തരത്തിൽ ഉമ്മയോ അമ്മയോ അതെന്താണെങ്കിലും പിന്നീട് നിങ്ങൾ സമിതി കൂടി തീരുമാനിച്ചു. അതിൻ്റെ ഒരു ഏറ്റവും അട്രാക്റ്റീവായ ഓക്കെ ആയിക്കോട്ടെ, അതിൻ്റെ ഭാരവാഹികൾ അതിൻ്റെ അട്രാക്റ്റീവായ ഒരു മോഡല് പിന്നീട് പരിശോധിച്ച് അത് കണ്ടുപിടിക്കുക. അതിന് പേരിൽ തർക്കത്തിന് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അത്തരമൊരു അട്രാക്റ്റീവായ ഒരു മോഡൽ രൂപീകരിച്ചുകൊണ്ട് മണ്ണാർക്കാട്ടത്തെ ഈ കൂട്ടായ്മ ഒരുപക്ഷെ കേരളത്തിൽ ഇവിടെ MLA ചൂണ്ടിക്കാണിച്ചപ്പോൾ കേരള ഗവർണർ വെച്ചിരിക്കുന്നു, മുഖ്യമന്ത്രി വെച്ചിരിക്കുന്നു, കളക്ടർ മീറ്റിംഗ് കൂടുതലിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് അതൊക്കെ ഒരു ഭാഗം നടക്കുന്നതോടൊപ്പം തന്നെ അതിലെല്ലാം ഉപരി മണ്ണാർക്കാടിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരമായി, മണ്ണാർക്കാടിൻ്റെ ഒരു വികാരമായി ഇവിടെ രൂപീകരിക്കപ്പെടുന്ന ഈ സമിതിയുടെ നേതൃത്വത്തിൽ നമുക്ക് ഈ നാട്ടിൽ വളരെയേറെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റുമെന്നതിന് തെളിവായി നമുക്ക് ഇതിനെ കാണിച്ചു കൊടുക്കണം. ഇത് സംസ്ഥാന മാതൃകയായി മാറണം. അതിനാവശ്യമാകുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യപ്പെടാം. നടക്കുന്ന ചർച്ചകളൊക്കെ അത്തരം കാര്യങ്ങൾ ഉരുത്തിരിയട്ടെ എന്ന് മാത്രമാണ് ഞങ്ങളെ പോലുള്ള സാധാരണ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനത്തിന് എല്ലാ വിധ പിന്തുണയും, ഇതൊരു കക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല, നമ്മുടെ സമൂഹത്തിന്റെ ഭാവിയുടെ വിഷയമാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം എന്ന് മാത്രം പറയുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ സൂചിപ്പിച്ച പോലെ കുടുംബാന്തരീക്ഷം, കലുഷിതമായ കുടുംബാന്തരീക്ഷമാണ് ഈ ഡ്രഗിലേക്ക് കുട്ടികളെ, മക്കളെ എത്തിക്കുന്നത്. പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിലോ ഒക്കെ അച്ഛനും അമ്മയും സഹോദരി സഹോദരന്മാരെല്ലാം കൂടിയിരിക്കുകയും അതാത് ദിവസം കാര്യങ്ങൾ ഷെയർ ചെയ്യിപ്പിക്കുന്ന സംഭവമുണ്ട്. ഞാൻ പറയുന്നത് അച്ഛനും അമ്മയും സഹോദരികളും കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വന്ന വൈകുന്നേരം സ്കൂളിൽ ഉള്ള സംഭവങ്ങൾ അവരോട് ചോദിക്കുകയും മനസ്സിലാക്കുകയും
അവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ട എല്ലാ പ്രൊട്ടക്ഷനും കോൺഫിഡൻസും കൊടുക്കണം. അങ്ങനെ വരുമ്പോൾ വീട്ടിൽ ഒരു സ്കൂളിൽ നടക്കുന്ന ശരിയല്ലാത്ത നടപടികൾ അവർക്ക് ഭയമില്ലാതെ അവരുടെ അമ്മയോടും അച്ഛനോടും പറയാൻ സാധിക്കണം. ആ ഒരു ആത്മബന്ധം അച്ഛനും അമ്മയും സഹോദരങ്ങളും ഈ കുട്ടികളുമായിട്ട് ഉണ്ടാകണം. അതിനുള്ള പേരൻസ് അതിന് ശ്രദ്ധിക്കണം, അവരെ ബോധവൽക്കരിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. അത് നമ്മൾ കുറേ കൂടി നല്ല ക്യാൻവാസിൽ ഇത് ചർച്ച ചെയ്യണം. നമുക്കറിയാം, ഇപ്പൊ അഫാൻ ഈ സമീപകാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വയലൻസ് ആണ് നമ്മളിവിടെ കൂടിയിരുത്തിയിട്ടുള്ളത്. ഈ വയലൻസിന് ആകെ പേരൊക്കെ വന്ന അഫാന് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടില്ല, 6 മാസം ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടില്ല, കുറച്ച് കള്ള് കുടിച്ചിട്ടുണ്ട്. അപ്പൊ ലഹരി എന്നുള്ളതാണ് ഇതിന്റെ ബേസ് സംഗതി. ലഹരി എന്ന് പറഞ്ഞാൽ നിരോധന ലഹരിയാണെങ്കിലും അത് കള്ള് മുതൽ MDMA വരെയുള്ള സംഗതികൾ ഇതിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഒന്ന് മാത്രമല്ല, മദ്യം എല്ലാ തിന്മകളുടെയും മാതാവാണ്. ഇതിന് സാരോപദേശ കഥയുണ്ട്. ഒരാളോട് വന്നിട്ട് ഒരാൾ കൊല്ലാൻ പറയുന്നുണ്ട്, കൊല്ലുന്നില്ല. വ്യഭിചരിക്കാൻ പറയുന്നത്, വ്യഭിചരിക്കുന്നില്ല. ശരി, ഏറ്റവും ലഘുവായൊരു മദ്യം കഴിക്കുന്ന പറയുമ്പോൾ അയാൾ മദ്യം കഴിക്കുന്നുണ്ട്, ആ മദ്യം കുടിച്ചപ്പോൾ ഒരാളെ വ്യഭിചരിക്കുന്നുണ്ട്, അമ്മനെ അത് കണ്ട് കുട്ടിയെ കൊല്ലുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ലഹരിയാണ്. അപ്പൊ ലഹരി എന്നുള്ളതിന്റെ ഒരു ടോട്ടൽ വലിയ ക്യാൻവാസിലേക്ക് നമ്മുടെ ഈ ഒരു ചർച്ച വരണം. അതിന്റെ അവൈലബിലിറ്റി പ്രശ്നമാണ്. രണ്ടാമത്തത് കൂടെ പുരുഷോത്തമൻ സാർ പറഞ്ഞു, ആ കുട്ടിക്ക് ഉമ്മ കൊടുത്തുകൊണ്ട് പുറത്തു പോകുന്ന കുട്ടി ക്യാമ്പസിൽ എത്തുമ്പോൾ ആ ക്യാമ്പസിൽ കിട്ടുന്നത് ഡ്രഗ്സ്, സെക്സ്, വയലൻസ്, ഇത് 3 പരസ്പര ബന്ധിതമാണ്. അവിടെ സെക്സിന്റെ ഉദാര ലൈംഗികതയുടെ പോസ്റ്ററുകൾ നമ്മുടെ വിദ്യാർത്ഥി സംഘടനകൾ വരച്ചു വെച്ചാണ് കാണുന്നത്. മൈ ബോഡി ഈസ് മൈ റൈറ്റ്, എന്റെ ശരീരം എന്റെ അവകാശമാണെന്നുള്ള ലിബറൽ ചിന്താഗതിയിലേക്കാണ് ഈ ആൽഫ ജനറേഷൻ കടന്നു വരുന്നത്. നമ്മുടെ മൊത്തം സമൂഹത്തിന്റെ ഒരു സാമൂഹിക മനഃശാസ്ത്രം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മൾട്ടിപ്ലയർ ലെവലായിട്ടുള്ള ഒരു കർമ്മ പദ്ധതി നമുക്ക് വേണം. തീർച്ചയായിട്ടും ജാഗ്രതാ സമിതികൾ ഇവിടെ MLA അല്ല പുരുഷോത്തമൻ സാറും കമ്മാപ്പ സാറും പറഞ്ഞത് റൂട്ട് ലെവൽ വർക്ക് തന്നെയാണ്. പക്ഷെ അവിടെ നമ്മൾ അവസാനിപ്പിക്കരുത്. ഒരു 360 ഡിഗ്രിയിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ കണ്ടുകൊണ്ട് ഈ മണ്ണാർക്കാടിനെ മാത്രമല്ല കേരളത്തെ, നമ്മുടെ നാടിനെ ആത്യന്തികമായിട്ട് നമുക്ക് രക്ഷിക്കാൻ കഴിയുള്ളൂ. താൽക്കാലികമായ പരിഹാരം ഇത് കൊണ്ടുണ്ടാക്കാൻ കഴിയുമെങ്കിലും എല്ലാ അർത്ഥത്തിലുമുള്ള നമ്മുടെ കുട്ടികളുടെ ചിന്താഗതിയിലും അതുപോലെ തന്നെ അവരുടെ കാഴ്ചപ്പാടിലും ഒക്കെ മാറ്റം വരണം. അതാണ് എനിക്കിതിൽ പറയാനുള്ളത്. ഇവിടെ പറഞ്ഞ പോലെ എല്ലാം സാമ്പത്തികം ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മയക്കുമരുന്ന് കച്ചവടം പലരും നടത്തുന്നത്. നമുക്കറിയാം, പല യുവാക്കളും മൊബൈൽ റീചാർജ് ചെയ്യാൻ പൈസയില്ല, അതുപോലെ മറ്റ് ആവശ്യങ്ങൾക്ക് പൈസ ഇല്ലാത്ത അവസരത്തിലാണ് യുവാക്കൾ ഇത്തരം രംഗങ്ങളിലേക്ക് ഇറങ്ങപ്പെടുന്നത്. അത്തരം കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന യുവാക്കളെ കണ്ടെത്തി വിവിധ സ്ഥാപനങ്ങളിൽ അവർക്ക് പാർട്ട് ടൈമായി ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്താൽ അത് നല്ലൊരു കാര്യമാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ അത്തരം കാര്യങ്ങൾ നിലവിലുണ്ട്. ഇപ്പൊ കാനഡയിലൊക്കെ പോയി പഠിക്കുമ്പോൾ കുട്ടികൾക്ക് അവിടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ സമ്പാദിക്കാനുള്ള അവസരം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ വരികയാണെങ്കിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും അതുമായി സഹകരിച്ച് ഞങ്ങളുടെ വിവിധ സ്ഥാപനങ്ങളിൽ അത്തരം കുട്ടികൾക്ക് ജോലി വാങ്ങിക്കൊടുക്കാനുള്ള സൗകര്യം ചെയ്യുന്നതായിരിക്കും. വ്യാപകമായത് പ്രത്യേകിച്ച് മയക്കുമരുന്നും മറ്റു സാധനങ്ങളൊക്കെ, ഇതൊക്കെ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. പക്ഷെ ആര് ചെയ്യുമ്പോഴും ആദ്യമൊക്കെ അത് ഞങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായി. അതിൻ്റെ ഒരു അനന്തര ഫലമാണ് ഇത് ഇത്ര വ്യാപകമായി. ഇപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാൻ കാരണം ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ചൂണ്ടിക്കാണിക്കാൻ ബന്ധപ്പെട്ട ആളുകളെ ആരെങ്കിലും തയ്യാറായാൽ ആ ആള് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്നില്ല എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാൻ ഇന്നത്തെ ഈ യോഗത്തിന് കഴിയും. ഒന്ന്, അത്തരം ആളുകളെ ആരെങ്കിലും അങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ അത്തരം ആളുകളെ ഈ സംഘടനക്ക് അനുമോദിക്കാം, അതുപോലെ മണ്ണാർക്കാട്ടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുമോദിക്കാം, അല്ലെങ്കിൽ മറ്റ് സന്നദ്ധ സംഘടനകൾക്ക് അവരെ ഒന്ന് അനുമോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ആൾക്കും തോന്നും ഞങ്ങളൊന്ന് കണ്ടുപിടിക്കേണ്ട, ഇത് വിവരം കൊടുക്കേണ്ട, ഇൻഫർമേഷൻ കൊടുക്കേണ്ട ആളാണ് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടാവും. അങ്ങനെ പടിപടിയായിട്ട് നമുക്കിത് അതുകൂടി ഇതിൻ്റെ ഈ ചർച്ചയിലൊന്ന് വരണം എന്ന് സൂചിപ്പിക്കും. എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ആരോഗ്യകരമായി ചിന്തിക്കുന്ന തലമുറ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരെ ആരോഗ്യപരമായി ചിന്തിക്കാൻ നമ്മൾ അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും നല്ല മാർഗം കുട്ടികളെ സ്പോർട്സിലേക്കൊക്കെ കൊണ്ടുവന്ന് ഫുട്ബോൾ അതുപോലുള്ള സ്പോർട്സ് ഐറ്റംസിലൊക്കെ അവരെ സജീവമാക്കുമ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരതിലേക്ക് കൊണ്ടുവന്ന് അവരെ സജീവമാക്കുമ്പോൾ സ്വാഭാവികമായും അവരത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ മാറി നിൽക്കും. അതിൻ്റെ ഒരു ഘട്ടം എന്നുള്ള നിലക്ക് മണ്ണാർക്കാട് ഫുട്ബോൾ അസോസിയേഷൻ അടുത്ത ഏപ്രിൽ മാസത്തിൽ ഒരു മെഗാ ക്യാമ്പ് കുട്ടികൾക്ക് ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ
ഫുട്ബോളാണ് ലഹരി എന്ന ഒരു പ്രമേയവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിച്ചത്. അതിന് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും സഹകരണം ആവശ്യമാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കുട്ടികളെ സ്പോർട്സിലും ആരോഗ്യകരമായ കാര്യങ്ങളിലും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത്. അതിന് നമ്മളെല്ലാവരും മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് നിർദ്ദേശിക്കാറുള്ളത്. ചെയർമാൻ ഡോക്ടർ കമ്മപ്പ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, എൻ്റെ പേര് ശ്രീത്ത് എന്നാണ്. മണ്ണാർക്കാട് SI ആണ്. ഏതാനും ദിവസങ്ങളായിട്ടുള്ളൂ മണ്ണാർക്കാട് ജോയിൻ ചെയ്തിട്ട്. ലഹരിക്കെതിരെ ഇത്തരമൊരു കൂട്ടായ്മ സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ എങ്ങനെ നമ്മളുടെ അറ്റ്ലീസ്റ്റ് ഈ മണ്ണാർക്കാടിൻ്റെ ചുറ്റുപാടിൽ നിന്ന് തുടച്ചു നിൽക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന രീതിയിലുള്ളൊരു പൊതുവായിട്ടുള്ള ചർച്ച സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരോട് എൻ്റെ വ്യക്തമായ പേരിലും മണ്ണാർക്കാട് പോലീസിൻ്റെ പേരിലും പ്രത്യേകം അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നു. അപ്പോൾ നമ്മുടെ MLA അദ്ദേഹം അത് ശ്രദ്ധയിൽപ്പെടുത്തി നമ്മുടെ നിയമവ്യവസ്ഥയിൽ അതിൻ്റെതായ ചില മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു കാര്യങ്ങൾ ശ്രമം ഉണ്ടാവണമെന്ന് എൻ്റെ വ്യക്തിപരമായ പേരിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ലഹരി വിൽപ്പനക്കാരെയോ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാരെയോ കാണുകയാണെങ്കിൽ തികച്ചും നിയമപരമായി മാത്രമേ അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ പാടുകയുള്ളൂ. അല്ലെങ്കിൽ ഇടപെടുന്ന ആൾക്കാർ പ്രതികളാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചെന്ന് ചാടാം. അപ്പോൾ നമ്മൾ അമിതാവേശം കാണിക്കരുത്. പോലീസുണ്ട്, എക്സൈസുണ്ട്, മറ്റ് നിങ്ങളുടെ സംഘടന ഭാരവാഹികളുണ്ട്. അവരുമായിട്ട് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അവരെ അറിയിച്ച് അത് നിയമപാലകരായ എക്സൈസിനെയും പോലീസിനെയും അറിയിച്ച് തികച്ചും നിയമപരമായ രീതിയിൽ മാത്രമേ അത്തരം ആൾക്കാരെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്നതാണ് ഇതിൽ വേറെ അടുത്തൊരു അഭ്യർത്ഥന. ഈ സംഘടനയുടെ ഇപ്പോൾ ഒരു നല്ലൊരു തുടക്കമാണിത്. ഈ തുടക്കത്തിൻ്റെ ആവേശം ചോരാതെ നമ്മുടെ മണ്ണാർക്കാടിൽ നിന്നും ലഹരിയുടെ ഒരു തുടച്ചു നിൽക്കുന്നത് വരെ നമുക്ക് ഈ ആവേശം ചോരാതെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ക്ഷണം സ്വീകരിച്ചുകൊണ്ട് മണ്ണാർക്കാടിൻ്റെ പൊതുസമൂഹത്തിൻ്റെ എല്ലാ വിഭാഗം ആളുകളും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് എന്ന് കാണുമ്പോൾ ഈ പ്രശ്നത്തിനെ എത്ര ഗൗരവമായിട്ടാണ് ജനം സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് പ്രത്യക്ഷമായ ഉദാഹരണമാണ്. ഒറ്റപ്പെട്ട് ഞാനോ നിങ്ങളോ ഈ പ്രശ്നത്തിന് പ്രതികരിച്ചാൽ നമ്മളെ ഒറ്റപ്പെട്ട് ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഈ മാഫിയക്കുണ്ട്, ഈ മരുന്ന് വിൽപ്പനക്കാർക്കുണ്ട്. പലപ്പോഴും അവിടെ കാണുന്ന ഒരു പ്രശ്നം, ഇതിനെ എതിർക്കുന്ന ആളുകളുടെ വീടുകളിലും കോമ്പൗണ്ടിലും അവരറിയാതെ മരുന്ന് കൊണ്ടുവന്നു പോയി വെച്ച് എക്സൈസിനും പോലീസിനും വിവരം അറിയിക്കുക എന്നുള്ള ഒരു വല്ലാത്ത പ്രശ്നം നാട്ടിലുണ്ട്. അതിനെ പ്രത്യേകം ശ്രദ്ധിക്കണം പോലീസും എക്സൈസും. ആരാണ് വിളിക്കുന്നതെന്നും അങ്ങനെ വിളിച്ചാൽ പോയാൽ കിട്ടുന്നത് എവിടെ വെച്ചാണെന്നും ആ വ്യക്തികൾക്ക് ഈ മരുന്ന് കച്ചവടമായി ബന്ധമുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധന നടത്തണം. ഞങ്ങൾ ജാഗ്രതാ സദസ്സുകളുണ്ട്. ഒരു പക്ഷേ ചെറിയ തോതിൽ നിയമം കയ്യിലെടുക്കേണ്ടി വന്നാൽ അതിന് ഞങ്ങൾ തയ്യാറായി പോലീസിൻ്റെ സഹായത്തോടുകൂടി ഞങ്ങൾ അതിനെ അടിച്ചമർത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ചെറുപ്പപ്പടി ഒരു ചെറിയ പ്രദേശമാണ്, ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ആദ്യത്തെ നടപടി ഞങ്ങളുടേതാകണം, പത്രത്തിൽ വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് മൂവിൻ്റെ പരിപാടിക്ക് എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം ലഹരിക്കെതിരായി ഇത്തരത്തിലൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചപ്പോൾ ഒരു ഒഴിവ് ദിവസമായ ഇന്ന് പല സംഗതികളും മാറ്റിവെച്ചുകൊണ്ട് ഈ കർമ്മ പരിപാടിയിൽ പങ്കെടുക്കാൻ സുമനസ് കാണിച്ച എല്ലാവർക്കും എൻ്റെ സ്വന്തം പേരിലും എൻ്റെ നാടിൻ്റെ പേരിലും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുക. ഞാൻ കൃഷ്ണകുമാർ. ഞാൻ 2 സംഘടനയാണ് ഇവിടെ പ്രതിനിധാനം ചെയ്തത്. ഒന്ന് ഗുപ്തൻ സേവന സമാജം എന്നൊരു സംഘടന, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ RSP അതിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. എനിക്കിവിടെ ഒരു ചെറിയൊരു നിർദ്ദേശം മാത്രമേ വെക്കാനുള്ളൂ. ഇവിടെ നമ്മുടെ മണ്ണാർക്കാട് നിന്ന് മാത്രമല്ല, നമ്മുടെ കേരളത്തിലെ മൊത്തം മയക്കുമരുന്നിൻ്റെ വ്യാപനം ഈ അടുത്ത കാലത്തെ ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ടാണ് ഇത്രയധികം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനത്തോടെ കാണുന്ന നമ്മുടെ അതിഥി തൊഴിലാളികളുടെ കടന്നുകയറ്റം കൊണ്ട് ഒന്ന് മാത്രമാണ് ഇത്രയും കൂടുതൽ മയക്കുമരുന്നിലൂടെ വ്യാപനം നടത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.
മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സമയത്ത് ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഈ 2 സംഘടനയിലെയും ആരുമായിട്ടും ഇതുപോലെ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ പോലീസിലായിക്കോട്ടെ എക്സൈസിലായിക്കോട്ടെ ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങൾ അതിൽ പങ്കാളികളാകില്ല. അതിനുവേണ്ടി ഞങ്ങൾ ശുപാർശയുമായി വരില്ല എന്ന് ഈ അവസരത്തിൽ ഉറക്കെ പ്രഖ്യാപനത്തോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിൽ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട MLA സംശയിച്ച നമ്മുടെ മണ്ണാർക്കാട്ടുകാരുടെ അഹങ്കാരമായ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ കമ്മാപ്പ സാർ ഈ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഇവിടെ എത്തിച്ചേർന്ന വിവിധ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ, മറ്റ് ഇതര സംഘടനാ സംവിധാനത്തിലുള്ള ആളുകളെ, ഇന്നത്തെ കാലത്ത് ഡ്രഗ്സിൻ്റെ അതിപ്രസരത്തെക്കുറിച്ചുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു യോഗം കൂടി വിളിച്ചു കൂട്ടിയത്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പല വാർഡുകളിലും വാർഡ് തല ജനകീയ ജാഗ്രതാ സമിതിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള സമിതി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനകത്ത് ചെറിയ കാര്യങ്ങൾ ഉണ്ടായിട്ട് ഇപ്പോൾ 2 ദിവസമായി പല NDPS കേസുകൾ കിട്ടുന്ന മണ്ണാർക്കാട് പ്രദേശത്തിൻ്റെ പല സ്ഥലങ്ങളിലും ചെറുപ്പക്കാരെ ഒന്നും കാണുന്നില്ല. ഞങ്ങളിപ്പോൾ 2-3 ദിവസമായി സ്ഥിരമായി നോക്കി, സ്ഥിരമായി NDPS കിട്ടിയിരുന്ന അല്ലെങ്കിൽ ചെറുപ്പക്കാർ കമ്പടിച്ചിരുന്ന സ്ഥലങ്ങളിലൊന്നും ചെറുപ്പക്കാരെ കാണുന്നില്ല. അത് ഈ ജനജാഗ്രതാ സമിതിയുടെ ഒരു ഗുണം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ MLA പറഞ്ഞത് പോലെ ഈ NDPS നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോ ഡ്രഗ്സ് അസെൻസ് ഒരു കേന്ദ്ര നിയമമാണ്. ഇതിനകത്ത് 990 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചാലും അയാൾക്ക് നമുക്ക് ജാമ്യം കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് കാണുന്നത്. നമുക്ക് കിട്ടുന്ന പല NDPSകളും അധികം ഈ കുട്ടികളുടെ ചെറിയ പൊതി കഞ്ചാവും മറ്റേ കിട്ടുന്നത് ബൾക്കായി കിട്ടുന്ന കേസുകൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കാൻ സംബന്ധിച്ച്. പിന്നെ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് ഏറ്റവും ഒരു ബിലോ 25 താഴെയുള്ള കുട്ടികളാണ്. അവരിത് കിട്ടുന്നത് ശരിക്കും യഥാർത്ഥത്തിൽ MDMA അല്ല. നമ്മൾ MDMA എന്ന് പറയുന്നത് മെത്തമിൻ ഡയോക്സൈൻ മെത്ത് ആംഫിറ്റമിനാണ്. ആ സാധനം കോസ്റ്റ്ലിയാണ്. അതൊന്നും സാധാരണക്കാർക്ക് ഒരു ഗ്രാം പോലും കൈവശം വെക്കാനുള്ള സാമ്പത്തിക അത്ര വലിയൊരു ഉണ്ടാവില്ല. ഇവിടെ കിട്ടുന്നത് ശരിക്കും മെത്താംഫിറ്റമാണ്. നമ്മൾ കേസെടുത്ത് MDMA എന്ന് എഴുതി വിട്ടാലും അതിൻ്റെ രാസപരിശോധനാ ഫലം വരുമ്പോൾ അതെല്ലാം മെത്താംഫിറ്റമായി മാറുന്നുണ്ട്. എന്തായാലും ഇത് പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം സേവനത്തിൽ ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ ദൈനികമായ സേവനം നടത്തുന്ന പ്രിയപ്പെട്ട കമ്മപ്പ സാർ ഉൾപ്പെടെയുള്ള ഇതിൻ്റെ ഭാരവാഹികൾക്കും മറ്റു പ്രവർത്തനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് തന്നെ എൻ്റെ ചില ഒരു വാർഡ് കൗൺസിലർ എന്നുള്ള നിലയിൽ ചെറിയ സംശയങ്ങൾ പോലീസിലും എക്സൈസ് സാറോടുമാണ് എനിക്ക് ചോദിക്കാറുള്ളത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വരുന്ന ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് കുഞ്ഞിനൊരുമ്മ അല്ലെങ്കിൽ അമ്മയ്ക്കൊരുമ്മ അതൊക്കെ തീർത്തും സ്വാഗതാർഹമാണ്. അതൊക്കെ നല്ല തന്നെയാണ്. പക്ഷെ ഇതിന് അടിമപ്പെടുന്ന ആളുകളുണ്ട്. അതായത് MDMA അതുപോലെയുള്ള വലിയ കേസുകളല്ലാതെ ഇപ്പോൾ അവിടെ ഒരു സ്നേഹിതം പറഞ്ഞ പോലെ തന്നെ മദ്യം തന്നെയാണ് ഏറ്റവും പൈശാചികമായ പിതാവ് എന്ന് പറഞ്ഞ പോലെ മദ്യത്തിൽ തന്നെ വേദനിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവിടെ ലഹരിക്ക് അടിമപ്പെട്ട ആളുകളെ കണ്ടെത്തുക തന്നെ ചെയ്യും. പക്ഷെ ഞങ്ങളുടെ ഒപ്പം നിൽക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളെ പോലെയുള്ള അതുപോലെ രാഷ്ട്രീയ നേതാക്കളും പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകളും സർക്കാരും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണമെന്നുള്ള അഭ്യർത്ഥന മാത്രം വയ്ക്കുകയാണ്. കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ദീർഘമായ പ്രശ്നത്തിലേക്ക് നിൽക്കുന്നില്ല. മറ്റൊരു കാര്യം കൂടി പറയേണ്ടത്, ഇവിടെ യുവാക്കളായ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കോളേജ് വിട്ട് കഴിഞ്ഞ് വന്നാലോ അതുപോലെ തന്നെ പഠന സമയം കഴിഞ്ഞ് വന്നാലോ കളിക്കുവാനുള്ള പൊതുയിടങ്ങൾ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആർക്കെങ്കിലും ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുമോ? കളിയിടങ്ങൾ എവിടെ? പൊതുവായ കളിയിടങ്ങൾ എവിടെ? മണ്ണാർക്കാടിൻ്റെ മണ്ണിൽ പൊതുവായ കളിയിടങ്ങൾ ഉണ്ടാകേണ്ടതെന്ന് ഈ നാടിൻ്റെ ആവശ്യമായി തന്നെ ഈ യോഗത്തിന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പൊതുവായ കളിയിടങ്ങൾ വേണം, നല്ല ഫുട്ബോൾ ഗ്രൗണ്ടുകൾ വേണം, നല്ല മൾട്ടിപ്പിൾ സ്റ്റേഡിയങ്ങൾ വേണം. അങ്ങനെ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളുള്ള കായിക ഇടങ്ങൾ ഉണ്ടാകുമ്പോൾ യുവാക്കളെ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഫുട്ബോളിലേക്കാണെങ്കിലും മറ്റ് മേഖലകളിലേക്കാണെങ്കിലും ഈ കായികപരമായ ഇനങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സംഘടനാപരമായി കൊണ്ട് ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്യാമ്പയിനുകളും എല്ലാം തന്നെ സജീവമായി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് കൂടി ഈ യോഗത്തിൽ ഈ മഹത്തായ കൂട്ടായ്മയുടെ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ഇവിടെ പങ്കെടുത്ത വിശിഷ്ട വ്യക്തിത്വങ്ങൾ, വളരെ അടിത്തട്ടിൽ ഉള്ള ചർച്ചകളാണ്, ഉപകാരപ്പെടുന്ന ചർച്ചകളാണ് ഇവിടെ നടന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇത് നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞാൽ നാളെ ഒരുപാട് നന്മയുടെ ചരിത്രം ഇന്നലകളിൽ രേഖപ്പെടുത്തിയ നമ്മുടെ മണ്ണാർക്കാടിൻ്റെ മണ്ണിൽ
യുഗാന്തരങ്ങളോളം ഓർക്കാൻ പറ്റുന്ന ഒരു മനോഹര ചരിത്രത്തിൻ്റെ വീണ്ടെടുപ്പായി അല്ലെങ്കിൽ തുടക്കമായി നമുക്കിതിനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഈ മോവ്, ഇവിടെ നമുക്ക് ഈ ഞായറാഴ്ച ഈ കൂട്ടായ്മയിൽ എടുക്കാവുന്ന ഒരു തീരുമാനം, എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ ഭാര്യയും 4 മക്കളുമുണ്ട്. ഞാൻ ഇന്നേ വരെ ലഹരി ഉപയോഗിച്ചിട്ടില്ല, എൻ്റെ മക്കൾ ഉപയോഗിച്ചിട്ടില്ല, എൻ്റെ വീട്ടിലേക്ക് അത് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. അതേ രീതിയിൽ നമ്മളിവിടെ കൂടിയോ ഇതുവരെ എന്തെന്നല്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ലഹരി എന്ന ഈ സാമൂഹ്യ വിപത്തിനെതിരെ സന്ധിയില്ലാ പോരാട്ടത്തിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ തുടക്കം കുറിക്കുകയാണ്, നമ്മളിൽ നിന്ന് തന്നെ തുടക്കം കുറിക്കുകയാണ് എന്നുള്ളൊരു പ്രതിജ്ഞ ഇവിടെ നമ്മൾ എടുത്തിട്ടായിരിക്കണം നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടത്. അപ്പോഴാണ് നമുക്കിതിന് ഫലം ഉണ്ടാവുകയുള്ളൂ. ഏതായിരുന്നാലും നമ്മുടെ ഈ പരിശ്രമം വിജയിക്കട്ടെ. മണ്ണാർക്കാട് മഹലിൻ്റെ ഖാദി എന്ന നിലയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. എൻ്റെ പേര് സുഹൈൽ വാക്കവി കുമരപുത്തൂർ. ജോലി ചെയ്യുന്നത് മണലടി മഹല്ലത്തിലാണ്. ഇതുവരെ പറയാത്തൊരു വിഷയം, നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു വിഷയം. മഹല്ലത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് വധുവും വരനും 2 മഹല്ലത്തിൻ്റെയും ലെറ്റർ പൂരിപ്പിച്ച കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന സമയത്ത് അതോടൊപ്പം ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി അതിൽ വെക്കണമെന്ന് ഒരു ആഗ്രഹം അറിയിക്കുകയാണ്. ഇവിടെ വന്ന ഓരോ വ്യക്തികളാണെങ്കിൽ ഓരോ വ്യക്തികൾക്ക് പിന്നിൽ ആയിരങ്ങൾ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇത് വൈകാരികമായിട്ട് മാത്രം കാണുന്ന ഒരു കാര്യം, ഇതിനെ ശാസ്ത്രീയമായും നിയമപരമായും കൂടി കാണേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായമാണ് ആദ്യം പറയാനുള്ളത്. ഒന്ന്, ഇവിടെ പറഞ്ഞത് പള്ളികളിൽ നിന്ന് അല്ലെങ്കിൽ ഇടവകകളിൽ നിന്ന് സാമുദായിക സംഘടനകളിൽ നിന്ന് ആളുകൾ വിലക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുക എന്നൊരു സൂചന ഇവിടെ ഉണ്ടായി. പലരും അതിനെ പിന്തുണച്ചു. ഒരു ആധുനിക സമൂഹത്തിന് ആളുകളെ മാറ്റി നിർത്തുക എന്നത് ചേർന്നതല്ല. അത് മാത്രമല്ല പ്രശ്നം, ഒരാളെ മാറ്റി നിർത്തുമ്പോൾ ഉണ്ടാകുന്നതല്ല. പള്ളിയിൽ നിന്ന് മാറ്റി, കുടുംബത്തിൽ നിന്ന് മാറ്റി, ഇടവകയിൽ നിന്ന് മാറ്റി, സാമുദായിക സംഘടനകളിൽ നിന്ന് മാറ്റിയ പിന്നെ മൂപ്പർക്ക് സുഖമായി, ആകെ മുങ്ങിയ കുളിരില്ല. പിന്നെ ഇതൊരു ലൈസൻസ് ആയിട്ട് മൂപ്പര് കിട്ടും. കാരണം എന്താ, പിന്നെ ആരും ചോദിക്കാനില്ല, പറയാനില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകൾ വലിയ അപകടം ചെയ്യും. അപ്പൊ മാറ്റി നിർത്തുകയല്ല വേണ്ടത്, ചേർത്ത് നിർത്തുകയാണ്. ബൈബിളിൽ പറയുന്നുണ്ട്, പാപത്തെ ഒതുക്കാനും വളർന്നിട്ടുണ്ട്, ഭാഗ്യം ഒതുക്കാനും പറഞ്ഞിട്ടില്ല. വേണ്ടി ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത ഡോക്ടർ കമ്മാപ്പ സാറെ ഉൾപ്പെടെ അത് വലിയ രൂപത്തിൽ അഭിനന്ദിക്കുന്നു, എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെ കലവറയില്ലാത്ത പിന്തുണ ഈ സംഘടനയ്ക്ക് അതിന്റെ തുടർന്നുള്ള മുന്നോട്ട് പോക്കിൽ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. എൻ്റെ സ്വദേശം കാഞ്ഞിരപ്പുഴയാണ്, അടുത്തല്ലേ. എന്നെ ഇവിടെ എത്തിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാവരും അലട്ടിയ പോലെ എന്നെയും ഈ വാർത്തകൾ ഒരുപാട് അലട്ടി. അപ്പോൾ ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ഈ നാടിനോട് കടപ്പാടാൻ എന്ന് തോന്നിയ സ്ഥിതിക്ക് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഒറ്റയ്ക്ക് വിശേഷം നടക്കില്ല. അപ്പോഴാണ് ഈ മീറ്റിംഗ് എന്നെ കണ്ടുപിട്ടത്. രണ്ടാമത്, കമ്പ സാറിനെ ഒന്ന് നേരിൽ കാണാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് വന്നത്. കാരണം അദ്ദേഹത്തെ ഞാൻ 2ാമത്തെ വട്ടം കണ്ടു. ആദ്യത്തെ വട്ടം കണ്ടിരിക്കാൻ 22 വർഷം മുമ്പാണ്. ഇന്ന് എനിക്ക് 22 വയസ്സാണ്. അപ്പോൾ പേര് ബഷീർ തെക്കൻ. ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരമൊരു ജാഗ്രത സമിതി ഇവിടെ സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഡോക്ടർ കമ്മാപ്പ സാറിൻ്റെ നേതൃത്വത്തിൽ ഈ സമിതിയെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഇവിടെ ഈ ഒരു ബോഡി ഒരുമിച്ച് നിന്നാൽ മണ്ണാർക്കാട് നിന്നും ഈ ഒരു ദുരന്തം പൂർണ്ണമായും വേഗത്ത് വിടാൻ കഴിയും എന്നുള്ളതിൽ ഒരു സംശയമില്ല. എല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ ഒരു ആവേശം ചോരാതെ മുന്നോട്ട് പോകണം എന്നാണ് പറയാനുള്ളത്. സ്നേഹിക്കുക, വാത്സല്യപ്പെടുത്തുക എന്നുള്ളത് മാത്രം കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചു. പക്ഷെ അവരെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളിപ്പോൾ അങ്ങനെ ചർച്ച വന്നിട്ടില്ല. ഇപ്പോൾ ഈ ഫ്ലക്സ് ബോർഡിൽ നിരോധിത ലഹരിക്കെതിരെയുള്ള മണ്ണാർക്കാട് ഒരുമിക്കുന്നു. ഇപ്പോൾ ചുരുക്കി അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസം നായാടിക്കുന്ന നാലകുപ്പത്തെ പ്രദേശത്തൊരു അനുഭവം ഉണ്ടായി. ഒരുത്തൻ ഫുള്ള് കള്ളു കുടിച്ച് അവിടെ ഉള്ള വണ്ടികളൊക്കെ അടിച്ചു തകർത്തു. ഒരു MDM അടിച്ചിട്ടല്ല, അവൻ കഞ്ചാവ് വിളിച്ചിട്ടുമല്ല, മൂക്ക് ഏറ്റവും കള്ളു കുടിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത് എന്നും കൂടി ഈ അവസരത്തിലൊന്ന് പറഞ്ഞു തരണം. അല്ലെങ്കിൽ ഈ ഫ്ലക്സിൽ നിന്ന് നിരോധിത ലഹരിക്കെതിരെ എന്നുള്ളത് മാറ്റി ലഹരിക്കെതിരെയുള്ള മണ്ണാർക്കാട് ഒരുമിക്കുന്നു എന്ന് നമ്മളാക്കി തീർക്കണമെന്നാണ്. കാരണം MDM പോകുമ്പോൾ പിന്നെ നമ്മൾ ഇതുപോലെ ഒരുമിച്ചിരുന്ന എല്ലാവരും മദ്യത്തിനെതിരായിട്ടുള്ള
അമിതമായി അടിക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഞാനാണ് സി ഐനോട് ഇയാളെ പറഞ്ഞു കൊടുത്തത്. നാരായണപ്പറ്റയിലുള്ള ഒരു ചെറുപ്പക്കാരൻ കണ്ടുപിടിച്ച ആ ഒരു കാണുന്ന വണ്ടികളൊക്കെ തകർക്കാനുള്ളത്. അതുകൊണ്ട് അടുത്ത യോഗം നമ്മൾ കൂടുമ്പോൾ നിരോധിത എന്ന് മാറ്റണം എന്നാണ് ഒരു അഭിപ്രായം കൂടി പറയുന്നത്. പല ആളുകളുടെയും സംസാരം കേട്ടപ്പോൾ വലിയൊരു പ്രതീക്ഷ തോന്നുന്നു. ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന് വീട്ടുകാർക്ക് നല്ല റോളുണ്ട്. കാരണം ഒരു കുട്ടിയുടെ ഭാവമാറ്റം അറിയാൻ ആ വീട്ടിലെ കുടുംബാംഗങ്ങൾ തന്നെയാണ് കഴിയുക, സംശയവുമല്ല. രണ്ട്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കുട്ടിയുടെ കൂട്ടുകെട്ട് ആരുമായിട്ടൊക്കെയാണ് ആ കുട്ടിയുടെ ബന്ധങ്ങൾ എന്നൊരു ശ്രദ്ധിക്കണം. മൂന്നാമത്തത് രക്ഷിതാക്കൾ, അധ്യാപകർ, സ്കൂളിലെ അധ്യാപകർക്ക് നല്ല റോൾ ഈ കാര്യത്തിലുണ്ട്. ആ കുട്ടിയുടെ പ്രവർത്തനം എങ്ങനെയാണ് ഒരു പെരുമാറുന്നത്, പഠനത്തിലെ കാര്യങ്ങൾ ഒക്കെ നോക്കുന്ന സമയത്ത് അവർക്ക് റോളുണ്ട്. ഇന്ന് അധ്യാപകർക്കെതിരാണ്. അധ്യാപകർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി കൂട്ടമായിട്ട് അങ്ങോട്ട് ചെല്ലുക, അവരെ വെക്കെട്ടുകാരാണ്. സ്വാഭാവികമായിട്ടും അവർ വളരെ ഫ്രീ ആയിട്ട് വിടുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട മേഖലകളിൽ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര വിലപിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇരിക്കുന്ന ആളുകൾ ഇപ്പോൾ ഒരു എന്ന രീതിയിൽ നമ്മുടെ ലഹരിക്കെതിരെ ഒരു യോഗം വിളിച്ച സമയത്ത് ഇത്രയും ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് വലിയൊരു പോസിറ്റീവാണ്. വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് വലിയൊരു മൂവ്മെന്റ് ആയിട്ട് ഇത് മാറണം. ഈ മൂവ്മെന്റിന് എല്ലാവിധ പിന്തുണയും എന്റെയും എന്റെ രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞിട്ടുണ്ടാവുന്നത് നിർത്തുന്നു. നടക്കുന്ന അനുഭവം ഇവിടെ പലരും പറഞ്ഞു അധ്യാപകർക്ക് വലിയ റോളുണ്ട്. തീർച്ചയായിട്ടും അധ്യാപകർക്ക് വലിയ റോളുണ്ട്. ഇവിടെ രണ്ട് കാര്യങ്ങൾ മാത്രമേ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്ന്, ഇപ്പോഴത്തെ യൂത്ത് ആയിട്ടുള്ള കുട്ടികളെ കൂടി നമ്മൾ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. അതിൽ MBS കോളേജ് പോലെയുള്ള കുട്ടികളെയാണ് നമ്മൾ എടുക്കേണ്ടത്. ബിക്കോസ് നമ്മളൊക്കെ തന്തവൈബ് നേരത്തോടെ പറഞ്ഞു, നമ്മുടെ കുട്ടികളെ ഉപദേശിക്കാൻ പോയി കഴിഞ്ഞാൽ കുട്ടികൾ നമ്മളോട് പറയുന്ന ഒരു വാചകമാണ് തന്തവൈബാണെന്ന്. അല്ലെങ്കിൽ ഒന്ന് ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ നോക്കി നോക്കുക. ഇൻസ്റ്റയിൽ അവരുടെ ലാംഗ്വേജുകളുണ്ട്, പുതിയ ലാംഗ്വേജുകൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. ഞാനൊരു അധ്യാപകനായിട്ട് പോലും ഞാൻ എൻ്റെ 9ാം ക്ലാസ്സുകാരുടെ മുമ്പിൽ തോൽക്കുന്നു. കാരണം ഞാൻ അവളോട് ചോദിക്കുന്നത് എന്താ മോളെ ഇതിന്റെ ഫുള്ള് എന്താന്ന് പറഞ്ഞതാന്ന് പറയുന്ന 3-4 അക്ഷരങ്ങളുള്ള കോഡുകളാണ്. അപ്പൊ എനിക്ക് ബഹുമാനപ്പെട്ട MLA-യോടാണ് ഒരു റിക്വസ്റ്റ് പറയാനുള്ളത്. മണ്ണാർക്കാട് അധ്യാപകർക്ക് വേണ്ടി കേരളത്തിലെ എല്ലാ നിയോജകമണ്ഡലങ്ങളിലും MLA-മാർ ഇനിഷ്യേഷൻ എടുത്തിട്ട് ഓരോ പരിപാടികൾ നടക്കാറുണ്ട്. കോഴിക്കോട് പ്രദീപ് കുമാർ MLA-യുടെ കീഴിലാണ് കേരളത്തിലെ ആദ്യത്തെ സ്മാർട്ട് സ്കൂളായ നടക്കാവ് സ്കൂൾ ഉണ്ടായത്. ഞാൻ അവിടുത്തെ അധ്യാപകർക്ക് പരിശീലനം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. സർ, ഒറ്റ റിക്വസ്റ്റ് ഉള്ളൂ. നമ്മുടെ മണ്ണാർക്കാട് ജില്ലയിലെ അധ്യാപകർക്ക്, തിരഞ്ഞെടുക്കപ്പെടുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പാക്കേജിന്റെ സാറ് ഇനിഷ്യേഷൻ എടുത്താൽ നമ്മുടെ സ്കൂളുകൾ നന്നാവും എന്നുള്ളതാണ് ആദ്യം പറയാനുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇരിക്കുന്ന വാർഡ് മെമ്പർമാരോടോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിന്റെ പ്രതിനിധികളോടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടായ്മകളോടാണ്, അല്ലെങ്കിൽ പള്ളി കമ്മിറ്റികളോടാണ് എന്റെ ഒറ്റ റിക്വസ്റ്റ് ഇതാണ്: പാരന്റ്സ് നന്നായാലേ മക്കള് നന്നാവൂ. നമ്മുടെ കേരളത്തിലുടനീളം ഇപ്പോൾ ഭയങ്കര ജാഗ്രതയിലാണ്. കാരണം 2-3 സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായല്ലോ. അപ്പൊ ചിലപ്പോൾ ഇപ്പോ ഉള്ള ഇതേ ആവേശം, ഞാൻ വീണ്ടും പറയുന്നു, ഇതേ ആവേശം തുടർന്നും ഉണ്ടാകുമെങ്കിൽ മാത്രമാണ് ഈ കൂട്ടായ്മക്ക് പോലും പ്രസക്തി എന്ന് ഞാൻ ആരെയും കുറ്റപ്പെടുത്താനും ആകാരം പറയുന്നില്ല. ഇതേ ആവേശം വരും കാലങ്ങളിലും ഇതേ താല്പര്യത്തോടെയും ഇതേ ആവേശത്തോടെയും ഇതേ പിന്തുണയോടെയും മണ്ണാർക്കാട്ടുകാരുടെ ഐക്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. ഇതിൽ 2 കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തേത്, ഇതിന്റെ ഉറവിടങ്ങളെ കൃത്യമായി നമുക്കറിയാം. ഇത് കച്ചവടം നടത്തുന്ന ആളുകളുണ്ടാവും, കച്ചവടം കൊണ്ട് സമ്പാദിക്കുന്ന ആളുകളുണ്ടാവും, ആ കച്ചവടം കൊണ്ട് കോടികൾ ലഭ്യമാകുന്ന ആളുകളുണ്ടാവും. പക്ഷെ ഇതിന്റെ 2 ലെവലിൽ കാണാൻ നമ്മൾ തയ്യാറാണ്. കച്ചവടക്കാരായും ഇതിന്റെ നിരപരാധികളായിട്ടും അതുപോലെ തന്നെ കാരിയർമാരായിട്ടും അറിയാതെയും പല ഭീഷണികളുടെ ഫലമായിട്ടും ഇതിന്റെ പിന്നാലെ പെട്ടുപോയ ആളുകളുണ്ടാവും. ഒരു പരിധി എത്തിക്കാൻ കഴിയും. ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള തുടർ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ മാത്രം പരിചയം നിർത്തുന്നു. നമസ്കാരം. മറ്റ് പലയിടത്തും കാണാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചൂയിങ്കം കുട്ടികളെ ഒരു 100-ൽ 90 കുട്ടികളും ചൂയിങ്കം ചവച്ചുകൊണ്ട് സ്കൂളിലേക്ക് വരിക. ടീച്ചേഴ്സിനെ കണ്ടാലടക്കം അവർക്ക് അങ്ങനെ ഒരു ചൂയിങ്കം വാങ്ങിയിട്ടുണ്ട്, അതൊരു റെസ്പെക്ടിന്റെ അങ്ങനെ ഒന്നുമല്ല. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മൗത്ത് ക്യാൻസർ അടക്കം വരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറുടെ മോൻ MBBS ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ആളെ. എനിക്കതിന്റെ ആധികാരികതയെ കുറിച്ച് അറിയില്ല. ഡോക്ടർ ഒരുപാട് ശാസ്ത്രീയ പഠനങ്ങളുടെ വിധേയമാക്കിക്കൊണ്ട് ഗവൺമെന്റ് എടുത്ത നിലപാടിന്റെ പേരിലാണ് രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണം നടത്തിയതെങ്കിലും അതേപോലെ തന്നെ ഒരുപാട് ശാസ്ത്രീയ പഠനങ്ങൾ ഈ പറയുന്ന ഡ്രഗ് അഡിക്ഷന്റെ കാര്യത്തിലും നിരവധി സ്കോളേഴ്സ് നടത്തിയിട്ടുണ്ട്. അതിൽ 4 സ്റ്റെപ്പ് എന്ന് പറയുന്നത്: 1 എക്സ്പെരിമെന്റ്, 2 റെഗുലർ യൂസ്, 3 വന്നിട്ട് റിസ്ക് യൂസ്, 4 അഡിക്ഷൻ. ഈ എക്സ്പെരിമെന്റ് നടത്തുന്ന സ്ഥലം എന്ന് പറയുന്നത്
പറ്റുമെന്നാണ് പറയുന്നത്. അതിന്റെ നിയമവശങ്ങൾ മുനിസിപ്പാലിറ്റിയും പോലീസ് അധികൃതരും മൂന്നും ആലോചിച്ച് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഈ ഒരു പുകയില അരസമയം കിടക്കുന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീണ്ടും കണ്ണിൽ പിമ്പിൾ വന്നാൽ അത് ശ്രദ്ധിക്കണം, ഉടനെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഇതാണ് ഒരു മെസ്സേജ്. പിന്നെ രണ്ടാമത് 20% കുട്ടികളെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഈ 20 ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് 3 തരത്തിലാണ്. ഒന്നുകൂടി പറയാം. ഒന്ന്, ഇതിന്റെ ലീഗൽ എൻഫോഴ്സ്മെന്റ് ആണ്. ഇതൊരു കുറ്റകൃത്യമായിട്ട് പിന്നെ അല്ലെങ്കിൽ നിയമപരമായി തടയേണ്ടവരെ ആ രൂപത്തിൽ നിയമപരമായി തടയുന്ന ലീഗൽ എൻഫോഴ്സ്മെന്റ്. 2, ക്ലിനിക്കൽ സപ്പോർട്ട്. ഇവിടെ പലരും പറഞ്ഞ പോലെ ചേർത്ത് നിർത്തുന്ന രൂപത്തിലുള്ള ക്ലിനിക്കൽ സപ്പോർട്ട്. അതൊക്കെ ഇതിനൊക്കെ ഈ ലീഗൽ എൻഫോഴ്സ്മെന്റ് ക്ലിനിക്കൽ സപ്പോർട്ടിനും ഇവിടെ കൂടിയ അതിലേക്ക് സംഭാവന നൽകാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാൻ കഴിയുന്ന അവരെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തും. 3ാമത്തെ കാര്യമാണ് ബോധവൽക്കരണം. ആ ബോധവൽക്കരണത്തിലെ നാട്ടിൽ പങ്കാളികളാക്കേണ്ട ഓരോരുത്തരുമാണ് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിവ് നമുക്കുണ്ടാകും. അതിന്റെ തുടക്കം മാത്രമാണ് നമ്മൾ വീടുകളിൽ നിന്ന് ആരംഭിക്കുന്നത്. ഒരു ദിവസം നമ്മൾ നിശ്ചയിച്ച് പിന്നെ ഇവിടെ KPS പറഞ്ഞ കാര്യം അമ്മ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആയതുകൊണ്ട് തന്നെയാണ് അമ്മ ജീവിച്ചിരിക്കില്ലെങ്കിൽ മരണപ്പെട്ടാലും അമ്മ തന്നെയാണ്. ആ നിലയിലാണ് ആ ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നത്. അവന് അത് കുട്ടികൾ മുന്നേ ആകാം, അതൊന്നും നമുക്ക് തർക്കമില്ല. അപ്പൊ ആ നിലയിലൊക്കെ ഇതൊരു ടച്ചിങ് ക്യാമ്പയിനായിട്ട് ഒരു ദിവസം നമ്മൾ തുടങ്ങുന്നു. ആ തുടക്കം വീട്ടിൽ നിന്ന്, അമ്മയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് ആകണം എന്നാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ അത് ഏറ്റെടുക്കുന്നു, ഇതിൽ പഠിക്കും. അമ്പലത്തിനും അമ്പല കമ്മിറ്റിക്കും പള്ളി കമ്മിറ്റിക്കും സംഘടനകൾക്കും എല്ലാവർക്കും നാട്ടിലത് നമ്മൾ ഏറ്റെടുക്കുന്നു, വീട്ടിൽ തുടങ്ങുന്നു. അതാണ് അതിന്റെ ഒരു ആശയമായിട്ട് പറയാനുള്ളത്. അദ്ദേഹം മലപ്പുറത്താണ് ജോലി ചെയ്തിരുന്നത്, DYSP റാങ്കിൽ. അദ്ദേഹം ഈ ലഹരി മാഫിയുടെ ഭയങ്കര ഒരു വലിയ പേടിച്ചുണ്ടായിരുന്നു. ഇദ്ദേഹം ഈ ലഹരി മാഫിയെ ഒതുക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ രീതിയിലുള്ള വലിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നു. 6 മാസം കൊണ്ട് ഇദ്ദേഹത്തിന്റെ മകനെ ഇതിന്റെ നെറ്റ്വർക്കാക്കി മാറ്റി, ഇതിന്റെ കാരിയറാക്കി മാറ്റി. അപ്പൊ ഇതിന്റെ പിന്നിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വലിയ ഭീഷണി നേരിടേണ്ടി വരും. മണ്ണാർക്കാട് പൊതുസമൂഹം അതിന് ഇന്നലെയും മിഞ്ഞാന്നും ഒക്കെ ആയിട്ട് ഞങ്ങൾ രാത്രികാലങ്ങളിൽ വലിയ സമരങ്ങളിലാണ്. നൈറ്റ് അലർട്ട്, നൈറ്റ് മാർച്ച് കഴിഞ്ഞ ലഹരിക്കെതിരെ. അതിന്റെ ഭാഗമായിട്ടാണ് പറയുന്നത് വലിയ തരം